بسم الله الرحمن الرحيم والذين اجتنبوا الطاغوت أن يعبدوها وأنابوا إلى الله لهم البشرى فبشر عبادي الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب. ദുർമൂർത്തിയെ ആരാധിക്കുന്നത് വർജിക്കുകയും അല്ലാഹുവിലേക്ക് വിനയത്തോടെ മടങ്ങുകയും ചെയ്തവരാരോ അവർക്കാണ് സന്തോഷവാർത്ത. അതിനാൽ എന്റെ ദാസന്മാർക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക. അതായത് വാക്ക് ശ്രദ്ധിച്ചു കേൾക്കുകയും അതിൽ ഏറ്റവും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്നവർക്ക്. അക്കൂട്ടർക്കാകുന്നു അല്ലാഹു മാർഗദർശനം നൽകിയിട്ടുള്ളത്. അവർ തന്നെയാകുന്നു ബുദ്ധിമാന്മാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ. من يهد الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صفيه وخليله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن أحسن الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل وسلم وبارك وأنعم على عبدك ورسولك محمد صلى الله عليه وعلى آله وصحبه أجمعين والتابعين لهم بإحسان إلى يوم الدين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا لا تأكلوا أموالكم بالباطل إلا أن تكون تجارة عن تراض منكم ولا تقتلوا أنفسكم إن الله كان بكم رحيما. ومن يفعل ذلك عدوانا وظلما فسوف نصليه نارا وكان ذلك على الله يسيرا. إن تجتنبوا كبائر ما تنهون عنه نكفر عنكم سيئاتكم وندخلكم مدخلا كريما. മാന്യ സഹോദര സഹോദരിമാരെ, സദസ്യരെ, നെറ്റിൽ കൂടിയും റേഡിയോയിൽ കൂടിയും എല്ലാം ശബ്ദം കേൾക്കുന്ന സുഹൃത്തുക്കളെ, സഹോദര സഹോദരിമാരെ, സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആലാനെ ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെട്ട് അവൻ്റെ ഇഷ്ടപ്പെട്ട അടിമകളായി വർത്തിക്കാൻ സദാ പാടുപെട്ടുകൊണ്ടേയിരിക്കുക. അള്ളാഹു നമുക്കതിനേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഇങ്ങനെയുള്ള വിജ്ഞാന സദസ്സുകളിട്ട് കേൾക്കുന്ന ഉപദേശങ്ങൾ ജീവിതത്തിൽ പകർത്താനും റബ്ബ് സഹായിക്കട്ടെ. ഉത്തരവാദിത്ത ബോധത്തോടുകൂടി ഈ കേൾക്കുന്ന ഉപദേശങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നതോടൊപ്പം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുവാനും നാം ബാധ്യസ്ഥരാണ് എന്ന ബോധത്തോടു കൂടി തന്നെ ദഅവത്ത് രംഗത്ത് സജീവമായി പങ്കുവഹിക്കുവാനും റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ആത്മാർത്ഥതയും തൗഫീഖും നൽകുമാറാകട്ടെ. സഹോദര സഹോദരിമാരെ, നാം ഇവിടെ
പല വിഷയങ്ങൾ രാത്രിവേളയിൽ എല്ലാ വ്യാഴാഴ്ചയും ഫാമിലി ക്ലാസ് എന്ന പേരിൽ നടത്തുന്ന ഈ സദസ്സിൽ ചർച്ചക്കെടുക്കാറുണ്ട്. അതിൽ ഇന്ന് നാം ചർച്ച ചെയ്യാമെന്ന്, ഇവിടെ ചർച്ചക്കെടുക്കാമെന്ന് അനൗൺസ് ചെയ്യപ്പെട്ട സബ്ജക്റ്റ് ചെറുദോഷങ്ങൾ വൻദോഷങ്ങൾ എന്നതിനെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായ വ്യത്യാസങ്ങളും അപ്രകാരം തന്നെ അതിനെക്കുറിച്ച് അഗാധമായി പഠിച്ച് ഗ്രന്ഥങ്ങൾ വരെ എഴുതിയതായ പണ്ഡിതന്മാർ വിവരിച്ചതായ വിശദീകരണങ്ങളിലേക്കും ശൈലികളിലേക്കും നമുക്ക് ഒന്ന് കണ്ണോടിക്കാനുള്ള സുവർണാവസരമാണ് ഇന്ന് രാത്രിയിലുള്ള വേദിയിൽ നാം ഒരുക്കി തയ്യാറാക്കാൻ തീരുമാനിച്ചതും അനൗൺസ് ചെയ്തതും. നാം യഥാർത്ഥത്തിൽ ഈ ജീവിതത്തിൽ തെറ്റ് ചെയ്യാത്തവരില്ല. തെറ്റ് എന്നത് കുല്ലു ബനി ആദമ ഖത്താ, എല്ലാ ആദമിൻ്റെ സന്തതികൾ മുഴുവനും പിഴവ് ഉണ്ടാവുന്നവരാണ്, ഉണ്ടാവേണ്ടവരാണ്, ഉണ്ടാവാൻ സാധ്യതയുള്ളവരാണ്. അത് സംശയമറ്റ വിഷയമാണല്ലോ. തെറ്റ് ചെയ്തത് മൂലമാണ് നമ്മുടെ ആദ്യ പിതാവായ അബൂന അബുൽ ബഷർ ആദം അലൈഹിസ്സലാം സ്വർഗമൊഴിവാക്കി താൽക്കാലികമായി ഭൂമിയിലേക്ക് വന്നതെന്നത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ തെറ്റിൽ നിന്നിട്ട് മുക്തരാവാൻ എല്ലാവർക്കും പരിപൂർണമായി സാധിക്കുന്നതല്ല എന്നത് ഖുർആനും ഹദീസും വിശദീകരിച്ച ഭാഗങ്ങളിൽപ്പെട്ടതാണ്. അതേ സമയത്ത് ആ പാപങ്ങളിൽ നിന്ന് വൻദോഷങ്ങളെയെങ്കിലും വെടിഞ്ഞു നിൽക്കാനുള്ള പരിശ്രമം സൃഷ്ടികളിൽ ഉണ്ടാവണമെന്ന നിർബന്ധമാണ് നമ്മുടെ രക്ഷിതാവായ സൃഷ്ടാവായ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുവിനുള്ളത്. അതുകൊണ്ട് തന്നെ ഓതിവെച്ച ആയത്തിൽ നിങ്ങൾ കേട്ടതുപോലെ ഇൻ തജ്തനിബൂ കബായിറ മാ തുൻഹൗന അൻഹു നുകഫിർ അൻകും സയ്യിആതികും വനുദ്ഖിൽകും മുദ്ഖലൻ കരീമാ. ഇൻ തജ്തനിബൂ കബായിറ മാ തുൻഹൗന അൻഹു, നിങ്ങളോട് വിരോധിക്കപ്പെടുന്ന ദോഷങ്ങളിൽ നിന്ന് വൻദോഷങ്ങളെ നിങ്ങൾ ഒഴിവായി നിൽക്കുകയാണെങ്കിൽ, വിട്ടു നിൽക്കുകയാണെങ്കിൽ, അത് കഴിവിൻ്റെ പരമാവധി നിങ്ങൾ ഇജ്തിനാബ് എന്ന പദം അത് വളരെ സൂക്ഷ്മമായി പരിശോധിക്കുകയാണെങ്കിൽ, പരിശ്രമത്തോടുകൂടി കരുതിക്കൂട്ടി വിട്ടുനിൽക്കാനുള്ളതായ പ്രയത്നത്തോടുകൂടി ഉള്ളതായ ഒരു പ്രവർത്തനത്തിനാണ് ഇജ്തിനാബ് എന്ന് പറയുക. അഥവാ അത് ഒഴിവായാലേ തീരൂ, ഒഴിവാക്കിയാലേ തീരൂ. അതുമായി നമുക്ക് ബന്ധമുണ്ടാവാൻ പാടില്ല. ഒരു സത്യവിശ്വാസി അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അവൻ്റെ ജീവിതം അത്തരം കാര്യങ്ങളെ തൊട്ട് ശുദ്ധീകരിച്ചിരിക്കേണ്ടതുണ്ട്. ആണാവട്ടെ പെണ്ണാവട്ടെ ആരായിരുന്നാലും വിരോധമില്ല. ആ കബായിർ എന്ന് അള്ളാഹ് വിശേഷിപ്പിച്ച വൻദോഷങ്ങൾ വെടിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആ അർത്ഥം ഏകദേശം ഉൾക്കൊള്ളുന്നതായ പദമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്ഥലത്ത് ഉപയോഗിച്ചത്. ഇൻ തജ്തനിബൂ കബായിറ മാ തുൻഹൗന അൻഹു, നിങ്ങളോട് വിരോധിക്കപ്പെടുന്ന കാര്യങ്ങളിൽ നിന്ന് വൻദോഷങ്ങളെ നിങ്ങൾ വിട്ടു നിൽക്കുകയാണെങ്കിൽ, നുകഫിർ അൻകും സയ്യിആതികും, നിങ്ങളുടെ ചെറുദോഷങ്ങളെ നിങ്ങൾക്ക് നാം പുറത്തു തരുന്നതാണ്. അപ്പോൾ ചെറുദോഷങ്ങൾ എന്ന ഒരു പ്രത്യേക
വകുപ്പുണ്ട്, വൻദോഷങ്ങൾ എന്ന ഒരു വകുപ്പുണ്ട്. ഇത് രണ്ടും ആയത്ത് നമുക്ക് വിശദീകരിച്ച് തരുന്നു. എന്ന് മാത്രമല്ല, ഈ ചെറുദോഷങ്ങൾ പുറത്തു കിട്ടാനുള്ളതായ മാധ്യമമാണ് ആദ്യം അല്ലാഹ് പറഞ്ഞത് വൻദോഷം ഒഴിവാക്കണം, വൻദോഷം ഒഴിവാക്കണം. അപ്പോൾ വൻദോഷം ഒഴിവാക്കുകയാണെങ്കിൽ ചെറുദോഷങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തും എന്ന് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു പറഞ്ഞ ആ ശൈലി വളരെ ശ്രദ്ധേയമാണ്. നമ്മുടെ വിഷയവുമായി അതിൻ്റെ ഹൃദയഭാഗത്തെ ചർച്ച ചെയ്യുന്നതായ ആയത്താണ്. അതെ, ഇൻ തജ്തനിബൂ കബായിറ മാ തുൻഹൗന അൻഹു നുകഫിർ അൻകും സയ്യിആതികും വനുദ്ഖിൽകും മുദ്ഖലൻ കരീമാ. എന്ന് മാത്രമല്ല, നിങ്ങളുടെ ചെറുദോഷങ്ങളെ ഞാൻ ശുദ്ധീകരിച്ച ശേഷം നിങ്ങൾ വൻദോഷമില്ലാത്തവരായതുകൊണ്ട് തന്നെ നിങ്ങൾ സ്വർഗത്തിലേക്ക് കടക്കാനുള്ളതായ അർഹരായി മാറുന്നു. അതുകൊണ്ട് തന്നെ വനുദ്ഖിൽകും മുദ്ഖലൻ കരീമ, അമാന്യ വീടാകുന്ന ആ പൂന്തോപ്പുകളിലേക്ക്, രമ്യഹർമ്മ്യങ്ങളിലേക്ക്, കൊട്ടാരങ്ങളിലേക്ക്, സ്വർഗലോകത്തിലേക്ക് നിങ്ങളെ ഞാൻ വൻദോഷം ഒഴിവാക്കിയത് കാരണത്താൽ, അടിവരടുക, വൻദോഷം ഒഴിവാക്കിയത് കാരണത്താൽ ഞാൻ നിങ്ങളെ പ്രവേശിപ്പിക്കുന്നതാണ്. മഹാഭാഗ്യം അല്ലേ? അള്ളാന്റെ വാക്കാണിത്, ഖുർആനാണിത്. അപ്പോൾ വൻദോഷം ഒഴിവാക്കി നിൽക്കുമ്പോൾ ലഭിക്കുന്ന നേട്ടമാണ് എന്ത്? നാം ചെറുദോഷങ്ങൾ അറിയാതെ അശ്രദ്ധരായി മനുഷ്യ സഹജമായി വരാറുള്ള, ദൈനംദിനം കണ്ടുപോകുന്ന കേട്ടുപോകുന്ന അങ്ങനെയുള്ള ഒരു ലോകത്താണല്ലോ നാം ജീവിക്കുന്നത്. തെറ്റുകളിൽ നിന്ന്, ചെറുദോഷങ്ങളിൽ നിന്നിട്ട് മുക്തമാവാൻ പറ്റാത്തതായ അന്തരീക്ഷത്തിലാണ് നാം. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള അന്തരീക്ഷത്തിൽ ജീവിക്കുന്നതായ വേളയിൽ ഒരു പക്ഷേ ശ്രദ്ധിക്കാതെയോ കൂട്ടാക്കാതെയോ അല്ലെങ്കിൽ അശ്രദ്ധ കാരണത്താലോ അല്ലെങ്കിൽ കരുതി കൂട്ടിയിട്ടല്ലാത്ത രൂപത്തിലോ പല ഇനങ്ങളിലും നമ്മുടെ കാതിലേക്ക്, നമ്മുടെ കണ്ണിലേക്ക്, അതുപോലെ തന്നെ നമ്മുടെ മറ്റു യന്ത്രങ്ങളിലേക്ക് തെറ്റുകൾ കടന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുക? വൻദോഷം ഉണ്ടോ ഇല്ലേ എന്നതാണ് അള്ളാഹിന്റെ നോട്ടം. വൻദോഷമില്ലെങ്കിൽ അവൻ രക്ഷപ്പെട്ടു. വൻദോഷത്തോടു കൂടിയാണ് ചെറുദോഷങ്ങളുമെങ്കിലോ ഇപ്പറഞ്ഞ ഇനത്തിൽ പെടാൻ സാധിച്ചോളണമെന്നില്ല എന്ന് സൂചനയുണ്ട് അല്ലേ? നിങ്ങൾ വൻദോഷം ഒഴിവാക്കിയാണെങ്കിൽ ചെറുദോഷത്തെ ഞാൻ പുറത്തു തരാം. അപ്പോൾ വൻദോഷം ഒഴിവാക്കിയിട്ടില്ലെങ്കിലോ ചെറുദോഷം അവിടെ തന്നെ നിലനിൽക്കുമെന്ന് പറയും പോലെ. അങ്ങനെയല്ലേ നമുക്ക് മഫ്ഹൂമ് മുഖാലഫ മനസ്സിലാക്കാൻ പറ്റുക? അതെ, അതും ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. യഥാർത്ഥത്തിൽ വൻദോഷം ഒഴിവാക്കാത്ത രൂപത്തിൽ തൗബ ചെയ്യുന്ന കാര്യം പറഞ്ഞതായ സന്ദർഭത്തിൽ ഞാനിവിടെ പലപ്പോഴും വിവരിച്ച ആയത്ത് സൂറത്തുൻ നിസായിലുള്ള ഭാഗം നിങ്ങൾ മറന്നു കാണുകയില്ല. അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ് വലൈസത്തിത് തൗബതു ലില്ലദീന യഅമലൂന സയ്യിആത്ത്. ചെറുദോഷവും വൻദോഷവും രണ്ടും ഒരുമിച്ച് കൂമ്പാരമാക്കി കൂട്ടിവെച്ച് അതിൽ നിന്നിട്ട് പശ്ചാത്താപമില്ലാതെ മരണത്തിലേക്ക്, അവസാനത്തേക്ക് തൗബയെ, പാശ്ചാത്താപത്തെ നീട്ടിവെക്കുന്ന വ്യക്തികളിലേക്കാണ് സൂചന. ഏത്? ഇപ്പോൾ യുവത്വമല്ലേ? ഇപ്പോൾ ചോര തളക്കുന്ന സന്ദർഭമല്ലേ? ഈ സന്ദർഭത്തിലൊക്കെ ദോഷങ്ങൾ വിട്ടു നിൽക്കുക, ഫിലിമുകൾ ഒഴിവാക്കുക, അല്ലെങ്കിൽ അശ്ലീലങ്ങൾ ഒഴിവാക്കുക, അല്ലെങ്കിൽ സെക്സുകൾ ഒഴിവാക്കുക, അല്ലെങ്കിൽ ആവശ്യമില്ലാത്തതായ കാശ് വെച്ച് വെക്കാതെ കളിക്കുന്ന കളികൾ ഒഴിവാക്കുക. ഇതൊക്കെ നടക്കാൻ പോകുന്ന കാര്യമല്ല. അതുകൊണ്ട് അതോടുകൂടി തന്നെ നമുക്ക് ജീവിക്കാമെന്ന് തീരുമാനിച്ച് തൗബ കേൾക്കുമ്പോൾ, തൗബ പറയുമ്പോൾ, തൗബയെക്കുറിച്ച് സ്മരിക്കപ്പെടുമ്പോൾ പറയൽ എന്താണ്? അത് അവസാനം ആരടോ മരിക്കാനാകുന്നപ്പോഴാണെന്ന് നിനക്ക് വിവരം തന്ന്. അവസാനം മരിക്കാനാകുമ്പോൾ അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലിയേക്കാമെന്ന വ്യാമോഹം. അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് അല്ലാഹ് പറയുന്നു, ആയത്തിന്റെ തുടക്കം എന്താണ്? ഇന്നമത് തൗബതു അലല്ലാഹി ലില്ലദീന യഅമലൂന സൂഅ ബിജഹാല ثم يتوبون من قريب فأولئك يتوب الله عليهم وكان الله عليما حكيما وليست التوبة للذين يعملون السيئات
حتى إذا حضر أحدهم الموت قال إني تبت الآن ولا الذين يموتون وهم كفار. إنما التوبة അള്ളാഹ് ഏറ്റെടുക്കാമെന്ന് പറഞ്ഞ തൗബ, അള്ളാഹ് ഏറ്റെടുക്കാമെന്ന് പറഞ്ഞതായ പാശ്ചാത്താപം, അലല്ലാഹി ലില്ലദീന യഅമലൂന സൂഅ, ഏകവചനം സൂഅ, മനസ്സിലായില്ലേ? തെറ്റ് ചെയ്തു പോകുന്നവർ, മനസ്സിലായില്ലേ? അവിചാരിതമായി പ്ലാനിങ് പരിപാടി ഇടാതെ ശ്രദ്ധിക്കാതെ തെറ്റ് ചെയ്തു പോകുന്നവർ, തെറ്റുകൾ എന്നല്ല, ബഹുവചനമല്ല. എന്നിട്ടോ സുമ്മ യതൂബൂന, അവിടെ നീട്ടിവെക്കലുമില്ല. യതൂബൂന മിൻ ഖരീബ്, ഉടനെ തന്നെ അവൻ പാശ്ചാത്തപിക്കും. അതെ, സത്യവിശ്വാസി, ഈമാൻ കയറിയവൻ, തൗഹീദ് ഉൾക്കൊണ്ടവൻ തെറ്റ് ചെയ്താൽ അവന് ഉറക്കം വരൂല, വിഷമമില്ല, പ്രയാസമുണ്ടാകും, വേദനയുണ്ടാകും, ഹൃദയം വേദനിക്കും, കരയാൻ തോന്നും. എന്ത് സംഭവിച്ചു, എങ്ങനെയാണ് എന്നിൽ നിന്നിട്ട് തെറ്റുണ്ടായത്? അപ്പോൾ ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഭാഗത്തു നിന്നിട്ട് പ്രതിവിധി വരുന്നു. ഒരാൾ അങ്ങനെയുള്ള വല്ല പാപങ്ങളിൽ പെട്ടുപോയാൽ സത്യവിശ്വാസി ഒരിക്കലും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്നിട്ട് നിരാശനാവാൻ പാടില്ല. ഉടനെ എന്ത് വേണം? ഉദു പിടിക്കട്ടെ, 2 റക്അത്ത് നിസ്കരിക്കട്ടെ. കഫാറത്തിൻ്റെ ആ 2 റക്അത്ത് നമസ്കാരം അവൻ നമസ്കരിച്ച് ആ പാപത്തിൽ നിന്നിട്ട് മോചിക്കാൻ റബ്ബിനോട് തേടിയാൽ റസൂലുള്ളാഹി പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു അവൻ്റെ പാപത്തെ പുറത്തു കൊടുക്കാതിരിക്കുന്നതല്ല. അങ്ങനെയാണ് സത്യവിശ്വാസിയുടെ സ്വഭാവം. സുമ്മ യതൂബൂന മിൻ ഖരീബ്, അവിടെ നിബന്ധന കേട്ടില്ലേ? ഉടനെ, പിന്നിലേക്ക് നീട്ടിവെക്കലല്ല, ഉടനെ. കാരണം എന്താ ഉടനെയാവണമെന്ന്, എപ്പോഴാണ് മരിക്കുന്നതെന്ന് പറയാൻ നമ്മൾ കൊണ്ട് സാധിക്കുന്നതല്ല. പെട്ടെന്ന് മലക്കുൽ മൗത്ത് വരാൻ സാധ്യതയുണ്ട്. അതോടുകൂടി പാശ്ചാത്താപം സ്വീകരിക്കുന്നത് അള്ളാഹിൻ്റെ ഭാഗത്തു നിന്നിട്ട് സ്റ്റോപ്പാവും, അല്ലേ? ഒരാളുടെ അടുക്കലേക്ക് മലക്കുൽ മൗത്ത് വരുന്ന സമയത്തോ പിന്നെന്തില്ല? തൗബയില്ല, പാശ്ചാത്താപമില്ല, സ്വീകരിക്കപ്പെടുകയില്ല. തൗബയുടെ വാതിൽ അടക്കപ്പെടുന്ന സന്ദർഭം ഏതൊക്കെയാണ്? ഒന്ന് സൂര്യൻ പടിഞ്ഞാറിൽ നിന്നിട്ട് ഉദിക്കുന്ന സമയം, മറ്റൊന്ന് അത് ഖിയാമത്ത് നാള്, മറ്റൊന്ന് ഓരോ മനുഷ്യന്റെ ആത്മാവ് അവൻ്റെ തൊണ്ടക്കുയിലേക്ക് അഥവാ മലക്കുൽ മൗത്തിനെ കാണുന്ന രംഗം, മരണപ്പെടുന്ന പരലോകം കാണുന്ന, ഒന്നിരിക്കലോ സ്വർഗം അല്ലെങ്കിൽ നരകം, ഇതെല്ലാം കാണുന്ന രംഗം. അത് മരിക്കുന്ന സമയത്ത് എല്ലാവർക്കും സംഭവിക്കും. അള്ളാഹു നമ്മെ രക്ഷിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, മനസ്സിലായില്ലേ? ആ സന്ദർഭത്തിൽ ഒരാൾ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാലോ ഒരു പ്രയോജനവുമില്ല. അത് നാം നൂറുകണക്കിൽ പ്രാവശ്യം ഇവൻ്റെ ക്ലാസ്സിലൂടെ എൻ്റെ ശബ്ദം കേൾക്കുന്നവർക്ക് ഞാൻ കേൾപ്പിച്ച ഭാഗമാണ്. ഖുർആൻ തീർത്ത് പറഞ്ഞതാണ്. ഫറോവയുടെ ചരിത്രം പറഞ്ഞപ്പോൾ ഫറോവയുടെ ഈമാൻ എന്തുകൊണ്ട് അല്ലാഹ് സ്വീകരിച്ചില്ല? ഈമാൻ എന്തുകൊണ്ട് സ്വീകരിച്ചില്ല? അവൻ തൗബ ചെയ്യേണ്ട സന്ദർഭത്തിൽ തൗബ ചെയ്തില്ല. അതുകൊണ്ട് അവൻ്റെ ഈമാനിനെ, അവൻ്റെ തൗബയെ അള്ളാഹു സ്വീകരിച്ചില്ല. എന്നല്ലാതെ അവൻ ചെയ്ത പാശ്ചാത്താപത്തിൽ മറ്റു നിബന്ധന കുറവോ ഒന്നുമില്ല. ഒന്നാം നമ്പർ തൗഹീദാ മൂപ്പര് ചൊല്ലിയത്, അല്ലേ? നല്ല 1-ാം നമ്പർ തൗഹീദ്. ആമന്തു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രായീൽ. മൂസ അലൈഹിസ്സലാമിന്റെ സമൂഹമാകുന്ന ബനൂ ഇസ്രായേൽ വിശ്വസിച്ച ആ റബ്ബിൽ ഞാൻ വിശ്വസിച്ചു. ആ റബ്ബല്ലാതെ വേറെ ദൈവമേ ഇല്ല, വേറെ ശിട്ടാവേ ഇല്ല, വേറെ അള്ളാഹു ഇല്ല, വേറെ ആരാധ്യ വസ്തു ഇല്ല എന്ന് ഞാൻ വിശ്വസിച്ചു. ആമന്തു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രായീൽ വഅന മിനൽ മുസ്ലിമീൻ. ഞാൻ മുസ്ലിങ്ങളിൽ പെട്ട ആളാണ്. അതിനപ്പുറം വലിയ തൗഹീദ് എന്ത് വേണം? ഫറോ പറഞ്ഞ തൗഹീദിന്റെ പദം കേട്ടില്ലേ? വഅന മിനൽ മുസ്ലിമീൻ. അല്ലാഹ് പറയാണ് ആൽ ആന വഖദ് അസൈത മിൻ ഖബ്ലു വകുൻത മിനൽ മുഫ്സിദീൻ. ഇപ്പോഴാണോ നിനക്ക് സമയം കിട്ടിയത്? പ്രയോജനമില്ല. എന്ന് മാത്രമല്ല, ആ ജീവിതമാസകലം പരാക്രമിയായി ജീവിച്ചതായ ആ ഫറോവയെ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലു ലോകർക്ക് പാഠമാകുന്ന രൂപത്തിൽ
അവനെ സംരക്ഷിച്ച ഭാഗവും ഖുർആൻ പറയുന്നുണ്ട്. ഖുർആൻ പറയാണ് അൽയൗമ, ഈ ദിവസത്തിൽ, അവനെ കൊന്ന ദിവസം, നുനജ്ജീക ബിബദനിക, നിന്റെ ശരീരത്തെ ഞാൻ ചെങ്കടലിൽ നിന്നിട്ട് രക്ഷപ്പെടുത്തും. അവനെ കൊല്ലപ്പെട്ട, അവൻ മുങ്ങി മരിച്ചു. മുങ്ങി മരിച്ചാൽ പിന്നെ മടങ്ങി കിട്ടാറില്ല. മൂപ്പരെ ജനങ്ങൾ ഇങ്ങനെ കാണുന്ന രൂപത്തിലായി മാറി. അങ്ങനെ ചരിത്രകാരന്മാർ പറയും പോലെ അവൻ്റെ ജഡത്തെ സംരക്ഷിക്കപ്പെട്ടു. ഇന്ന് വരേക്കും ഫറോവയുടെ ജഡം ഈജിപ്തിലുണ്ട്. അന്ന് ഫറോവമാര് ജഡങ്ങളെ, മരണപ്പെട്ടവരെ സൂക്ഷിക്കുന്നതായ പ്രത്യേക മാധ്യമമുണ്ടായിരുന്നു. ആ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവർ സംരക്ഷിച്ചു. എന്നിട്ട് അവര് പണ്ട് തന്നെ അള്ളാഹ് സൂചിപ്പിച്ചതായ ആ പിരമിഡങ്ങളൊക്കെ കെട്ടിയവരാണല്ലോ അവർ. ഖാറൂനിനോടും ഹാമാനോടും ഞാൻ ഈ മൂസയുടെ റബ്ബിനൊന്ന് കാണട്ടെ, അതുകൊണ്ട് നീ മഹാകെട്ടിടം കെട്ടു എന്നൊക്കെ പറഞ്ഞ ശൈലിയൊക്കെ ഖുർആനിലുണ്ട്. അങ്ങനെ ലോകാത്ഭുതമായി ഇപ്പോൾ കാണപ്പെടുന്നതായ ആ പിരമിഡങ്ങൾ നിങ്ങൾ എന്നിട്ട് പലരും ഈജിപ്തിൽ പോയവരുണ്ടെങ്കിൽ കണ്ടു കാണും. നേരിട്ട് തന്നെ അല്ലെങ്കിൽ ഇപ്പോൾ വാട്സാപ്പിൽ കൂടിയും നെറ്റിൽ കൂടിയും കാണാനുള്ള സൗകര്യങ്ങളുണ്ട്. ഞാൻ നേരിട്ട് പല തവണ കണ്ട ആളാണ് എന്ന് മാത്രമല്ല, അവിടെ ജപ്പാൻകാരിലൂടെ പണ്ട് ഒരു 100 ചില്ലറ വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം ആ പിരമിഡങ്ങളുടെ കൂട്ടത്തിൽ നിന്നിട്ട് ഫറോവമാരുടെ ജഡങ്ങളെ സൂക്ഷിക്കപ്പെട്ട പിരമിഡത്തെ തുറക്കാനും പൊളിക്കാനും, എന്നിട്ട് ചരിത്രം പറയുന്നത് അങ്ങനെയാവാം, അതിൻ്റെ അകത്ത് അവര് 4000-ഓളം വർഷങ്ങൾക്ക് മുമ്പ് സൂക്ഷിക്കാൻ വേണ്ടി ഉപയോഗിച്ചതായ ആ വായു മഹാ അപകടമായത് കാരണത്താൽ ആ ഭാഗം അവര് തുറന്ന സന്ദർഭത്തിൽ അതിൻ്റെ പരിസരത്തിലുണ്ടായിരുന്ന ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിക്കാൻ വേണ്ടി, പഠനം നടത്താൻ വേണ്ടി വന്നവർ വരെ, ജപ്പാനികളാവട്ടെ ആരായിരുന്നാലും വിരോധമില്ല, അവർ വരെ മരിച്ചുപോയി എന്നൊക്കെ ചരിത്രം പറയുന്നുണ്ട്. ഏതായാലും നമുക്ക് അറിയേണ്ട ഭാഗം, അള്ളാഹു പറയുന്ന ഭാഗം എന്താണ്? അൽയൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ. നിങ്ങളുടെ ശേഷം വരുന്ന സർവ സത്യനിഷേധികൾക്ക്, റബ്ബിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യുന്നവർക്ക്, വെല്ലുവിളി നടത്തുന്നവർക്ക്, സത്യനിഷേധികൾ അത് പല രൂപത്തിലുള്ള നിഷേധികളുണ്ട്. അള്ളാഹനെ നിഷേധിക്കുന്നവരുണ്ട്, അള്ളാഹിൽ വിശ്വസിക്കാത്തവരുണ്ട്, ദൈവം തീരെയില്ല എന്ന് പറയുന്നവരുണ്ട്. ഏത് രൂപത്തിൽപ്പെട്ടവരായിരുന്നാലും വിരോധമില്ല, അവരെല്ലാം ഇതിൽപ്പെടും. നുനജ്ജീക ബിബദനിക, നിന്റെ ശരീരത്തെ സംരക്ഷിക്കും. അതുകൊണ്ടാണ് നാം ഇപ്പോൾ അവനെ സംരക്ഷിക്കാൻ വേണ്ടി അവരുടെ കാലഘട്ടത്തിൽ ഒരു പ്രത്യേക ദ്രാവകം കണ്ടുപിടിക്കപ്പെട്ടു, അത് ഉപയോഗിക്കപ്പെട്ടു, അതിലൂടെ സംരക്ഷിക്കപ്പെട്ടു. മിക്ക ഫറോവമാരുടെ ജഡം ഈ ഈജിപ്തുകാരങ്ങൾക്ക് പരിചയമുണ്ടല്ലോ. അത് കാണാൻ വേണ്ടി ഞാൻ പോയ സന്ദർഭത്തിൽ ഒരു ഫറോവയുടെ കാലിലേക്ക് കൈവെക്കാൻ എനിക്ക് ഒരു മനുഷ്യൻ ചാൻസ് തന്നു. നിങ്ങളത് കൈവച്ച് നോക്കുക, ഉറപ്പാക്കാൻ വേണ്ടി അത് ഒറിജിനൽ കാല് തന്നെയാണ്. ഞാൻ കൈവച്ച് നോക്കുകയും ചെയ്തു. മനസ്സിലായില്ലേ? ഫറോവമാരുടെ കൂട്ടത്തിൽ നിന്നിട്ട് ഒരു ഫറോവയുടെ പറഞ്ഞു വരുന്നത്, ഈ പിരമിഡത്തിൻ്റെ അകത്തുനിന്ന് സൂക്ഷിക്കപ്പെട്ട് സംരക്ഷിക്കപ്പെട്ട്, ഇതൊക്കെ കഥ പറയാൻ രസമാണെങ്കിലും യഥാർത്ഥത്തിൽ സംഭവിച്ചത് അള്ളാന്റെ വാഗ്ദാനം പുലർന്നു എന്നതാണ്. എന്താ അള്ളാഹ് പറയുന്നത്? ലിതകൂന ലിമൻ ഖൽഫക ആയ, നിങ്ങളുടെ ശേഷം വരുന്നവർക്ക് ആ പരാക്രമിയായ വല്ല ദൈവം ലോകത്തുണ്ടെങ്കിൽ മൂസയെ, നിന്നെ സൃഷ്ടിച്ച ദൈവത്തിനെ സൃഷ്ടിച്ച ആൾ ഞാനാണെന്ന് പറയുന്ന ആ മഹാപൊക്കാനാവാത്ത പദം പറഞ്ഞതായ, താങ്ങാനാവാത്ത വാക്ക് പറഞ്ഞതായ ആ പരാക്രമിയെ ഖിയാമത്ത് നാൾ വരെ ജനങ്ങൾ കാണണം, അവർ അതിലൂടെ പാഠം പഠിക്കണം എന്ന നിർബന്ധം അല്ലാഹുള്ളത് കൊണ്ടായിരിക്കാം. ഇനി ആ സന്ദർഭത്തിൽ തന്നെ അവനെ സംരക്ഷിച്ചു എന്നതിലൂടെ തന്നെ അവൻ്റെ ജഡം സമുദ്രത്തിൽ നിന്നിട്ട് പുറത്തു വന്നു എന്നത് തന്നെ മതി ഈ ആയത്ത് സ്ഥിരീകരിക്കപ്പെടാൻ. ഇപ്പോൾ കാണുന്ന ജഡം കണ്ടോളണമെന്നില്ല. അതുകൊണ്ട് അതിൻ്റെ ഈ ഇടക്കാലത്ത് അത് കണ്ടിട്ടില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് ഇത് ഇസ്ലാമിനെ കുറിച്ച് അല്ലെങ്കിൽ ആയത്തിനെ കുറിച്ച് തെറി പറയാനോ അല്ലെങ്കിൽ ആക്ഷേപിക്കാനോ ആർക്കും പഴുതില്ല. ഖുർആൻ പറയുന്നത് നിങ്ങളുടെ ശേഷം ജീവിക്കുന്നവർക്ക് പാഠമാവാൻ നിന്റെ ജഡത്തെ
നിന്റെ ജഡത്തെ ഞാൻ സംരക്ഷിച്ചു. അപ്പോൾ ആ മുങ്ങി മരിച്ചവരെല്ലാം മരിച്ച കൂട്ടത്തിൽ മൂപ്പര് മീതെ വന്നത് എല്ലാവരും കണ്ടതും റസൂലുള്ള പറഞ്ഞതും നമ്മളോട് അങ്ങനെ സംഭവിച്ചു എന്നതും, അതോടുകൂടി ആ കാലക്കാരും ആ കാലത്തിന് ശേഷമുള്ളവരും ഫറോവ യഥാർത്ഥത്തിൽ ദൈവമല്ല, ദൈവമാകാൻ അർഹനില്ല, അവൻ ചത്തൊടുങ്ങുന്നത് ഞങ്ങൾ കണ്ടു എന്ന് സ്ഥാപിച്ചതായ യാഥാർത്ഥ്യമായിരുന്നു. അതോടുകൂടി ഖുർആന്റെ യാഥാർത്ഥ്യം സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തു. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞത് കൂടുതൽ ഇൽമിന് വേണ്ടി ഞാൻ നേരിട്ട് പോയി കണ്ടതായ രംഗത്തെക്കുറിച്ചാണ്. അത് യഥാർത്ഥത്തിൽ നമ്മുടെ ഈമാനിന് കട്ടി കൂടാനോ അല്ലെങ്കിൽ ഈമാനിനുള്ള കോട്ടം അതില്ലെങ്കിൽ തട്ടാനോ ഒരു പഴുതുമില്ലാത്തതായ ഒരു വിശ്വാസ കാര്യമാണ്. എന്ത്? അള്ളാഹ് പറഞ്ഞത് സംഭവിക്കും, അള്ളാഹ് പറഞ്ഞത് നടക്കും, അത് നടക്കാതിരിക്കുകയില്ല എന്ന കാര്യം. എന്നാൽ പറഞ്ഞു വരുന്നത്, എവിടുന്നായിരുന്നു നാം ഫറോവയിലേക്ക് പോയത് ആൾക്കാർ സദസ്സിലില്ലാത്തതുകൊണ്ടാണ്. അത് ഇന്നമത്തൗബതു അലല്ലാഹി ലില്ലദീന യഅമലൂന സൂഅ ബിജഹാല ثم يتوبون من قريب فأولئك يتوب الله عليهم وكان الله عليما حكيما. അള്ളാഹ് സ്വീകരിക്കാമെന്ന് പറഞ്ഞ പശ്ചാത്താപം തെറ്റുകൾ വന്നു പോകുമ്പോൾ, തെറ്റ് ഏകവചനം വന്നു പോകുമ്പോൾ ഉടനെ തന്നെ നീട്ടിവെക്കാതെ, ഞാൻ നേരത്തെ പറഞ്ഞ 2 റക്അത്ത് നിസ്കാരം മറന്നു പോകരുത്, കഫാറത്ത് 2 റക്അത്ത് നിസ്കാരം പുതുമുഖങ്ങൾക്ക് വേണ്ടി മടക്കി പറയുന്നു. ആ 2 റക്അത്ത് നിസ്കരിക്കുക, അല്ലെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലുക പശ്ചാത്താപം ചെയ്യേണ്ട രൂപത്തിൽ. എന്നിട്ടോ ഫൗലായിക യതൂബുല്ലാഹു അലൈഹിം, അള്ളാഹ് അവരുടെ പശ്ചാത്താപത്തെ സ്വീകരിക്കും. വകാന അല്ലാഹു അലീമൻ ഹകീമ. സാധാരണ ഈ തൗബയൊക്കെ പറയുമ്പോൾ അള്ളാഹിൻ്റെ ശൈലി ഗഫൂർ റഹീമ എന്ന് പറയലാണ്. ഇവിടെ നിബന്ധന പറഞ്ഞപ്പോൾ, തൗബ ചെയ്യാനുള്ള നിബന്ധന പറഞ്ഞപ്പോൾ അവിടെ എന്താ പറഞ്ഞത്? അലീമൻ ഹകീമ. അള്ളാഹ് സൂക്ഷ്മജ്ഞാനിയാണ്, ഹക്കീമാണ്. അള്ളാഹുവിനറിയാം അവൻ ചെയ്ത പാശ്ചാത്താപം സ്വീകാര്യോഗ്യമാണോ അല്ലേ, സ്വീകാര്യോഗ്യമാവാൻ പറ്റുന്ന നിബന്ധന ഒത്ത തൗബയാണോ അല്ലേ എന്നുള്ളത്. അതേസമയത്ത് 2ാമത്തെ വകുപ്പ് എന്താണ്? അതായത് നമ്മുടെ ചർച്ച. വലൈസത്തി തൗബതു ലില്ലദീന യഅമലൂന സയ്യിആത. തെറ്റുകൾ കൂമ്പാരമായി, തെറ്റുകൾ ഒന്നൊന്നായി ഈ തെറ്റുകളെന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഇവിടെ പറഞ്ഞു, റബ്ബിൻ്റെ ഇസ്മത്താണ് നമ്മളെ രക്ഷപ്പെടുത്തിയത്. റബ്ബിൻ്റെ ആ ബോധം നമ്മൾക്ക് എപ്പോഴും വേണം. ഞാൻ അങ്ങനെ കാട്ടിയില്ല, ഞാൻ ആ ഫിലിം കണ്ടില്ല, ഞാനത് ചെയ്തില്ല, അങ്ങനെ പറയാനുള്ള ഒരു പഴുതും നമുക്കില്ല. എന്തേ? നിന്നെ അള്ളാഹ് രക്ഷപ്പെടുത്തി, അതാണ് നീ മനസ്സിലാക്കേണ്ടത്. നിന്നെ പോലോത്ത ഇസ്ലാമിലേക്ക് ചേർത്ത് പറയുന്ന, നിന്നെ പോലോത്ത ആഗ്രഹമുള്ള, വിവേകമുള്ള, കണ്ണുള്ള, കാശുള്ള, ആരോഗ്യമുള്ള മനുഷ്യന്മാര്, നിന്നെപ്പോലോത്ത മുസ്ലിം പേര് ഉൾക്കൊള്ളുന്ന പേറുന്ന മനുഷ്യന്മാര് വ്യഭിചരിക്കുന്നു, കള്ളു കുടിക്കുന്നു, തോന്നിവാസം ചെയ്യുന്നു, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവിനെ തരം താഴ്ത്തുന്നു, തോന്നിവാസം ചെയ്യുന്നു, എല്ലാ പരാക്രമങ്ങളും ചെയ്യുന്നു. എന്നാൽ നിനക്ക് പറയാനുണ്ടോ? അത് ഞാൻ കണ്ടില്ല, ഞാൻ എന്ന് പറയാനുള്ള വല്ല അവകാശമുണ്ടോ? ഇല്ല. എന്തേ? നിനക്ക് അള്ളാഹ് പറഞ്ഞ ശൈലിയുണ്ട് ഖുർആനിൽ. അല്ലദീന ജാഹദൂ ഫീനാ ലനഹദിയന്നഹും സുബുലനാ യഹ്ദീ മൻ യശാ യഹ്ദീ മൻ യുനീബ്. റബ്ബിലേക്ക് മടങ്ങിയാളെ റബ്ബ് നന്നാക്കിയെടുക്കും. അപ്പോൾ റബ്ബിലേക്ക് നാം മടങ്ങാൻ തീരുമാനിക്കുന്ന നല്ല ശുദ്ധ ഹൃദയവുമായിട്ട് നാം മുന്നോട്ട് ചെന്നപ്പോൾ എന്ത് ചെയ്തു? റബ്ബ് നമ്മെ പിടിച്ച് സംരക്ഷിച്ചു. അതുകൊണ്ട് തന്നെ വ്യഭിചാരശാലയുമായി വിട്ടുനിർത്തി, കള്ളുശാലയുമായി വിട്ടുനിർത്തി, തോന്നിവാസശാലയുമായി വിട്ടുനിർത്തി, തോന്നിവാസ അന്തരീക്ഷത്തിൽ നിന്നിട്ട് വിട്ടുനിർത്തി. ഈ വിട്ടുനിൽക്കുക എന്നത് റബ്ബിൻ്റെ ഇസ്മത്താണ്. അത് ഞാനും നിങ്ങളും വളരെ ശ്രദ്ധിക്കണം. ഞാൻ മദീനയിൽ, ഞാൻ മക്കത്ത്, അതേസമയത്ത് മക്കത്താണെങ്കിലും മദീനയിലാണെങ്കിലും തെറ്റ് ചെയ്യുന്നവർക്ക് തെറ്റ് ചെയ്യാനുള്ളതായ ഭാഗങ്ങൾ ഇബ്ലീസ് കവാടം തുറന്നു കൊടുക്കാറുണ്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ സംരക്ഷണം അവിടെ അനിവാര്യമാണ്. അതുകൊണ്ട് ഇസ്മത്തിന് സദാ പ്രാർത്ഥിച്ചു കൊള്ളുക.
റബ്ബിനോട് സദാ തേടിക്കൊള്ളുക, റബ്ബേ എന്നെ നീ രക്ഷിക്കണം, എന്നെയും എൻ്റെ കുടുംബത്തെയും നീ രക്ഷിക്കണം, മോചിക്കണം, തെറ്റിൽ പെട്ടുപോകാൻ, അപകടത്തിൽ പെട്ടുപോകാതിരിക്കാൻ എന്നത് നാം ഓരോരുത്തരും ഹൃദയം തൊട്ട് ഖേദിച്ച് പ്രയാസപ്പെട്ട് റബ്ബിനോട് തേടേണ്ട തേട്ടമാണ്. കാരണം ഇന്നത്തെ യുഗം എന്ന് പറഞ്ഞാൽ നെറ്റ് എന്ന് പറയുന്ന സാധനം തന്നെ എല്ലാ തോന്നിവാസങ്ങൾ അതിലുണ്ട്, എല്ലാ അനാചാരങ്ങളും അതിലുണ്ട്. കഴിഞ്ഞ ആഴ്ച ഒരു പക്ഷേ കാസറ്റ് CD കേൾക്കുന്ന, ഒരു പക്ഷേ എൻ്റെ ശബ്ദം ഇപ്പോൾ നെറ്റിൽ കൂടി കേൾക്കുന്ന സഹോദരനായിരിക്കാം. ഒരു സഹോദരൻ വിളിച്ച് പറഞ്ഞു, മൗലവി നെറ്റിലൂടെ എൻ്റെ മൊബൈലിൽ കൂടി ഞാൻ ഈ മൊബൈലിൽ കൂടി കാണാൻ പാടില്ലാത്തത് കണ്ടു, അപകടത്തിൽപ്പെട്ടു, ഞാൻ പ്രയാസത്തിലാണ്. പൊട്ടിക്കറിയാം മൊബൈലിൽ എന്നോട് എന്ത് വേണമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അപകടത്തിൽ മൊബൈൽ പെടാനും സാധ്യതയുള്ളതായ ഒരു മാധ്യമമാണ്, ഒരു വസീലയാണ് യഥാർത്ഥത്തിൽ ഈ സാധനം. അതുപോലെ നമ്മുടെ പരിസരത്തിൽ ധാരാളമുണ്ട്. ഇവിടെ സംരക്ഷണം ആർക്കേ ലഭിക്കുകയുള്ളൂ? അൽ മാസൂമു മൻ അസമഹുല്ലാ, അൽ മാസൂമു മൻ അസമഹുല്ലാ, അല്ലാഹ് സംരക്ഷിച്ചവർക്കേ ഇസ്മത്തുള്ളൂ. ആയിനത്തിൽ നമ്മെ അള്ളാഹു പെടുത്തട്ടെ, ആയിനത്തിൽ അള്ളാഹു നമ്മെ പെടുത്തട്ടെ, ആയിനത്തിൽ അള്ളാഹു നമ്മെ പെടുത്തട്ടെ. നാം വിഷയത്തിലേക്ക് മടങ്ങാം. ചെറുദോഷങ്ങൾ, വൻദോഷങ്ങൾ. ഈ ചെറുദോഷം, വൻദോഷം എന്നത് ഖുർആന്റെ ശൈലിയിൽ തന്നെ ഞാൻ ഊതിയ ആയത്തിൽ ഇൻ തജ്തനിബൂ കബായിറ മാ തുൻഹൗന അൻഹു, നിങ്ങളോട് ഞാൻ വിരോധിക്കുന്നതായ വൻദോഷങ്ങളെ നിങ്ങൾ വിട്ടു നിൽക്കുകയാണെങ്കിൽ. ഇജ്തിനാബ് എന്ന പദം അറബി ഭാഷയിൽ വളരെ കടുകട്ടിയുള്ളതായ പദമാണ്. ആ പദം റബ്ബ് ഉപയോഗിക്കാൻ കാരണം തന്നെ നമ്മുടെ മഹാത്മാക്കളായ ഇമാമുകളായ മുഫസ്സിറുകൾ പറയും പോലെ ആ ഇജ്തിനാബ് കരുതിക്കൂട്ടി നാം പരിശ്രമിച്ച് നാം എത്തിച്ച് നാം അതിനു വേണ്ടി ഗച്ചകെട്ടി പുറപ്പെടണം എന്ന പദമാണത്. മനസ്സിലായില്ലേ? നാം ഒന്ന് വിട്ടു നിൽക്കണമെന്ന നിർബന്ധം നമ്മളിൽ ഉണ്ടാവണമെന്ന് ആ പദം കുറിക്കുന്നു എന്ന് മുഫസ്സിറുകൾ ഉണർത്തുന്നുണ്ട്. അല്ലാഹ് പറയുന്നു, ഇൻ തജ്തനിബൂ, നിങ്ങൾ വിട്ടു നിൽക്കുകയാണെങ്കിൽ കബായിറ മാ തുൻഹൗന അൻഹു, നിങ്ങളോട് വിരോധിക്കപ്പെടുന്നതിൽ കബീറത്തായ വൻദോഷങ്ങളായ ഭാഗങ്ങളെ. അപ്പോൾ അതിൽ നിന്നിട്ട് സൂചനയുണ്ട്, എന്ത്? വൻദോഷങ്ങളുണ്ട്, ചെറുദോഷങ്ങളുമുണ്ട്. എന്താ റബ്ബ് ഏറ്റെടുത്തത്? കബായിറ മാ തുൻഹൗന അൻഹു നുകഫിർ അൻകും സയ്യിആതികും. അപ്പോൾ സയ്യിആത്ത് വൻദോഷമല്ല, നിങ്ങൾ ചെയ്യുന്നതായ ചെറുദോഷങ്ങളെ ഞാൻ നിങ്ങൾക്ക് മാഫി ചെയ്തു തരും. എന്നിട്ടോ ഒനുദ്ഖിൽകും മുദ്ഖലൻ കരീമാ, മാന്യന്മാര് പോകുന്നതായ ആ മാന്യതയുടെ വീടാകുന്ന റബ്ബുൽ ഇസ്സത്തിന്റെ പരിസരത്തിൽ എന്താ മലീക്കും മുഖ്തദിർ, ശക്തനായ മലീക്കായ രാജാവിൻ്റെ പരിസരത്തിൽ നമുക്ക് സ്വർഗവാസികളാവാൻ റബ്ബ് തൗഫീഖ് നൽകും. അള്ളാഹു നമ്മെ ആയിനത്തിൽ പെടുത്തട്ടെ. ഒന്ന് ആലോചിച്ചു, ആയത്തിങ്ങനെ മടക്കി പോകുന്ന എന്താണ് ആ ശൈലി? നമ്മെ സൈക്കോളജിക്കലായിട്ട് അറിയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല അലാ യഅലമു മൻ ഖലഖ, സൃഷ്ടിച്ച സൃഷ്ടികളെ സൃഷ്ടാവിനെ അറിയാതെ വന്ന് പോകുമോ? ഇല്ല, അള്ളാഹുവിനെ അറിയാം സൃഷ്ടികളുടെ രീതി, സൃഷ്ടികളുടെ സ്വഭാവം, സൃഷ്ടികളുടെ ജീവിത രീതി. അവർക്ക് ശഹ്വത്തുണ്ട്, അവർക്ക് തെറ്റിൽ നിന്നിട്ട് മോചനം നൽകാൻ പലപ്പോഴും സാധിച്ചോളണമെന്നില്ല. പലപ്പോഴും നമ്മുടെ സലഫ് സാലിഹ്യങ്ങൾ പറയാറുണ്ട്, ചിലപ്പോൾ നിങ്ങൾ എൻ്റെ മുമ്പിൽ 1000 വെച്ചാൽ ഞാൻ 1000 തൊടാതെ രക്ഷിക്കാം, പക്ഷേ സുന്ദരിയായ സ്ത്രീയെ എനിക്ക് വിട്ടു തന്നാൽ എനിക്ക് അള്ളാഹുവിനെ പേടിക്കാൻ അവിടെ എന്നെ ഇബ്ലീസ് വിടുമോ എന്നതിൽ സംശയമുണ്ട്. അതുകൊണ്ട് എനിക്ക് അള്ളാഹിനോടുള്ള തേട്ടം എന്നെ അള്ളാഹ് രക്ഷിക്കട്ടെ എന്നതാണ് എന്ന് സലഫ് സാലിഹ്യങ്ങൾ എന്നിട്ട് പലരും പറഞ്ഞിട്ടുണ്ട്. അതാണ് വളരെ യാഥാർത്ഥ്യം. അത് വളരെ യാഥാർത്ഥ്യമാണ്. ആ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ ഭാഗമാണ്. والذين يجتنبون كبائر الإثم والفواحش وإذا ما غضبوا هم يغفرون. والذين يجتنبون كبائر الإثم والفواحش, വൻദോഷങ്ങളെയും ഫാഹിഷത്ത് എന്ന് പറയുമ്പോൾ വ്യഭിചാരങ്ങൾ പോലോത്തതായ തെറ്റുകളെ പറയുമ്പോൾ അത് ഉപയോഗിക്കുന്ന പദമാണ് ഫാഹിഷത്ത്.
അതുപോലെ തന്നെ ലിവാത്ത് പോലത്തതായ പുരുഷ ബന്ധം, സ്ത്രീ ബന്ധം, അതുപോലത്തതായ കാര്യങ്ങൾ മനുഷ്യൻ അത് നാൽക്കാലി മൃഗങ്ങൾ പോലും ഇച്ഛിക്കാത്തതായ, ചിന്തിക്കാത്തതായ, വെറുക്കുന്നതായ, അറക്കുന്നതായ കാര്യങ്ങളെക്കുറിച്ചാണ് റബ്ബുൽ ഇസ്സത്ത് ഫവാഹിഷ് എന്ന പദം ഉപയോഗിക്കുന്നത്. നാൽക്കാലി മൃഗത്തേക്കാൾ അത് ചെയ്യുന്നവൻ താഴും പോലെ എന്നർത്ഥം. അള്ളാഹു പറയുന്നു, അങ്ങനെയുള്ളതായ ഫവാഹിഷുകളെയും തെറ്റായ ഭാഗങ്ങളെയും വന്തോഷങ്ങളെയും നിങ്ങളിത് വിട്ടു നിൽക്കുകയാണെങ്കിൽ, എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വിട്ടു നിൽക്കുന്ന മഹാത്മാക്കളെ കുറിച്ച് ബഹുമാനിച്ച് ആദരിച്ച് പറയുന്ന ശൈലിയാണ് വഇദാ മാ ഗദിബു ഹും യഗ്ഫിറൂൻ. അവർക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഉടനെ മാഫ് ചെയ്യുന്നവരാണ്. വിട്ടുവീഴ്ച മനോഭാവം. ദേഷ്യം വന്നാൽ കയ്യൂക്കൊള്ളാൻ കാര്യക്കാരനാവലല്ല. ദേഷ്യം വന്നാൽ എൻ്റെ തണ്ടക്ക് ശക്തിയുണ്ടല്ലോ, അത് ഉപയോഗിച്ച് കളയാമെന്ന് വെക്കേണ്ടതല്ല. മാഫ് ചെയ്യണം. ആ മാഫ് ചെയ്യുക എന്ന പദം അവിടെ വന്തോഷത്തെ വിട്ടു നിൽക്കുക എന്ന പദം പറയുന്നതോടൊപ്പം റബ്ബുൽ ഇസ്സത്ത് കൂട്ടിച്ചേർത്തതിൽ ആ പ്രവർത്തനത്തിൻ്റെ, ആ മഹാ ഇബാദത്തിൻ്റെ ആ പ്രതിഫലം എത്രമാത്രമുണ്ട് എന്നത് കുറിക്കുന്നു എന്ന് പണ്ഡിതന്മാർ കൂട്ടിച്ചേർക്കുന്നു. അല്ലദീന യജ്തനിബൂന കബായിറൽ ഇസ്മി വൽ ഫവാഹിഷ് ഇല്ലൽ ലമം. ഇതൊക്കെ നമ്മുടെ അള്ളാഹുവിൻ്റെ വിശാലമായ അനുഗ്രഹത്തിലൂടെ നമ്മെ രക്ഷിപ്പിക്കുന്ന ശൈലിയാണ്, നമ്മെ മോചിപ്പിക്കുന്ന ശൈലിയാണ്. നാം ആണെങ്കിൽ അത് ഉപയോഗപ്പെടുത്താൻ തയ്യാറില്ലതാനും. മഹാ അപകടം, മഹാകഷ്ടം. അള്ളാഹിന്റെ ശൈലി കേട്ടില്ലേ? അല്ലദീന യജ്തനിബൂന കബായിറൽ ഇസ്മി വൽ ഫവാഹിഷ ഇല്ലൽ ലമം. ഫവാഹിഷകളെയും വന്തോഷങ്ങളെയും വിട്ടു നിൽക്കുന്നതായ വിഭാഗമുണ്ടല്ലോ. ഇന്ന റബ്ബക വാസിഉൽ മഗ്ഫിറ. അല്ലാഹു നിങ്ങളുടെ നാഥൻ വിശാലമായ അനുഗ്രഹത്തിന്റെ ഉടമയാണ് കൂട്ടരേ. അവന്റെ അനുഗ്രഹം വിശാലമാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ വിട്ടു നിൽക്കണം. നിങ്ങൾക്ക് എൻ്റെ അനുഗ്രഹം ലഭിക്കണമെങ്കിൽ അതിന് നിങ്ങൾ അർഹരായി മാറണം. അതിൻ്റെ മാറേണ്ട ശൈലി എന്താണ്? നിങ്ങൾ വന്തോഷങ്ങൾ വിട്ടു നിൽക്കുക. അപ്പോൾ ഇല്ലല്ലമം, നിങ്ങൾ വന്തോഷത്തെക്കുറിച്ചുള്ളതായ ഓർക്കലുകൾ, ചിന്തകൾ നിങ്ങളുടെ ഹൃദയത്തിൽ കടക്കൽ അതിനെ നിങ്ങൾ ചോദിക്കപ്പെടുന്ന ഭാഗമല്ല. അത് നിങ്ങളെ അത് കാരണത്താൽ ശിക്ഷിക്കപ്പെടുന്നതുമല്ല. ലമം ഹൃദയത്തിൽ ഇങ്ങനെ തോന്നൽ വരും, അങ്ങനെ കാട്ടിയാലോ ഇങ്ങനെ ചെയ്താലോ എന്ന്. വന്തോഷങ്ങളെയായിരുന്നാലും ശരി, അങ്ങനെ തോന്നിപ്പോയാൽ ശിക്ഷിക്കൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മുസ്ലിമായ മനുഷ്യൻ തെറ്റ് ചെയ്യാൻ തീരുമാനിച്ച് ആ തെറ്റ് വേണ്ട എന്ന് വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂല് പറയുന്നു, അവന് ഒരു പ്രതിഫലം എഴുതുക തന്നെ ചെയ്യും. നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. മഹാഭാഗ്യം. മനസ്സിലായില്ലേ? ഒരു മനുഷ്യൻ നന്മ ചെയ്യാൻ വിചാരിച്ചാൽ തെറ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ചാൽ നന്മയായി മാറി. അതുകൊണ്ടാണത്. അതുപോലെ തന്നെ നന്മ ചെയ്യാൻ വിചാരിച്ചാൽ ഒരാൾ നന്മ ചെയ്താൽ ഒന്നിന് എത്രയാണ് ലഭിക്കുക? ഒന്നിന് ചുരുങ്ങിയാൽ ഒരെണ്ണത്തിന് 10. മൻ ജാഅ ബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹാ വമൻ ജാഅ ബിസ്സയ്യിഅതി ഫലാ യുജ്സാ ഇല്ലാ മിസ്ലഹാ വഹും ലാ യുദ്ലമൂൻ. ആരെങ്കിലും ഒരു ഹസനത്ത് ചെയ്താൽ അതിന് 10 ഇരട്ടി റബ്ബിൻ്റെ അടുക്കൽ നിന്നിട്ട് ചുരുങ്ങിയാൽ ലഭിക്കും. 10 ചിലപ്പോൾ 1000 ആവാം, 10000 ആവാം. വർദ്ധിച്ച് അല്ലാഹു ഉദ്ദേശിച്ചത്ര വർദ്ധിപ്പിച്ച് കൊടുക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ചുരുങ്ങിയാൽ 10 റബ്ബ് കൊടുക്കും. മനസ്സിലായില്ലേ? പക്ഷേ ഒരാൾ തെറ്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ ശിക്ഷയുണ്ടോ? ഇല്ല. എന്നിട്ട് തെറ്റ് ചെയ്താലോ എത്രയാ കിട്ടാ? തെറ്റ് ചെയ്താൽ എത്രയാണ്? 10 ഇരട്ടിയോ? അല്ല, പിന്നെയോ ഒരു തെറ്റ് ചെയ്താൽ ഒന്നിനുള്ള ശിക്ഷ മാത്രം. അള്ളാഹുവിൻ്റെ വിശാലമായ അനുഗ്രഹം. അതെ. എന്നാൽ ഇവിടെ നിന്ന് നാം പഠിച്ചത് ഈ 3 ആയത്തിലൂടെ എന്താണ്?
വന്തോഷം എന്ന് പറഞ്ഞൊരു പ്രത്യേക സാധനമുണ്ട്, അതിൻ്റെ നേരെ വിപരീതവുമുണ്ട്. വന്തോഷങ്ങൾ വിട്ടു നിൽക്കുമ്പോൾ ചെറുദോഷങ്ങൾ പുറത്തു തരും. വന്തോഷങ്ങളോടുകൂടി ചെറുദോഷം ചെയ്താൽ ചെറുദോഷത്തിൻ്റെയും വന്തോഷത്തിൻ്റെയും കാര്യത്തിൽ അപകടം. ഇതെല്ലാം ഈ 3 ആയത്തിൽ കൂടി നാം പഠിച്ചതാണ്. മനസ്സിലായില്ലേ? നിങ്ങളുടെ ഓർമ്മയിൽ വേണം. നോക്കൂ, നമുക്ക് പരിചയമുള്ള ഹദീസ്, അസ്സലവാത്തുൽ ഖംസ് വൽ ജുമഅതു ഇലൽ ജുമഅ വറമദാനു ഇലാ റമദാൻ കഫാറത്തുൻ ലിമാ ബൈനഹുന്ന നേരത്തെ അല്ലാഹ് പറഞ്ഞ അതേ പദം, ഇദജ്തുനിബത്തിൽ കബായിർ. ഇദജ്തുനിബത്തിൽ കബായിർ. അസ്സലവാത്തുൽ ഖംസ്, 5 വക്ത് നമസ്കാരം. അപ്രകാരം തന്നെ വൽ ജുമഅതു ഇലൽ ജുമഅ, ഒരു ജുമഅ മറ്റേ ജുമഅ വരെ. റമദാൻ ഇലാ റമദാൻ, വേറെ ഹദീസിൽ അൽ ഉംറത്തു ഇലൽ ഉംറ, ഒരു ഉംറ മുതൽ മറ്റേ ഉംറ വരെ. മനസ്സിലായില്ലേ? കഫാറത്തുൽ ലിമാ ബൈനഹുന്ന, അതിനിടയിലുള്ളതായ എന്ത് ചെറുദോഷങ്ങൾ എവിടെ നിന്ന് കിട്ടി? അതിന് ശേഷം വരുന്ന പദം കുറിക്കുന്നു ഇതിന്റെ അർത്ഥം. ശേഷം വരുന്ന പദമാണ് ഇതിനർത്ഥം വെക്കുന്നത്. അതെന്താണ്? ഇദജ്തുനിബത്തിൽ കബായിർ. അപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചെറുദോഷങ്ങൾ അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്നിട്ട് നമുക്ക് ഓട്ടോമാറ്റിക്കായി ഇങ്ങനെ പുറത്ത് കിട്ടുന്നു, മാഫ് ചെയ്ത് കിട്ടുന്നു. അശ്രദ്ധയിലൂടെ കണ്ടുപോകുന്നതായ കാഴ്ച, കൊണ്ട് കേൾക്കുന്നതായ കേൾവി, അത് ഇന്നത്തെ യുഗം അങ്ങനെയാണ്. പ്രത്യേകിച്ച് പള്ളിയുടെ അകത്ത് തന്നെ മൊബൈൽ തന്നെ ഉള്ളതായ മ്യൂസിക്കുകൾ പറഞ്ഞറിയിക്കേണ്ടതില്ല. അത് നാം കരുതി കൂട്ടി കയറ്റിയതല്ലായിരിക്കും. ചില കാർഡ് നാം വാങ്ങുന്ന വേളയിൽ ആ കാർഡിൻ്റെ ഉടമകളുടെ നിർബന്ധം തന്നെ അവരുടെ മ്യൂസിക് അതിലുണ്ടാവണമെന്നതാണ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്നിട്ട് മോചിക്കാൻ സാധിക്കാത്തതായ അന്തരീക്ഷം ഉണ്ടാവാറുണ്ട്. അങ്ങനെ അപകടത്തിൽ പെട്ടുപോകാനുള്ളതായ മേഖലയാണ് ഇന്നത്തെ യുഗം. ഈ സന്ദർഭത്തിൽ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലു ഈ വിശാലമായ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തന്നത് കാരണത്താൽ നമുക്ക് രക്ഷയുണ്ട്. അല്ലാത്ത പക്ഷം നാം മഹാ അപകടത്തിൽ പെട്ടുപോയിരുന്നേനെ. അല്ലാഹു ദൂതർ പറയുന്നു, ഇദജ്തുനിബത്തിൽ കബായിർ, വന്തോഷത്തെ നിങ്ങൾ വിട്ടു നിൽക്കുകയാണെങ്കിൽ. ഈ വന്തോഷം എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്, സബഉൽ മൂബിഖാത്താണ് മാത്രമാണ് വന്തോഷമെന്ന്. അല്ല, സബഉൽ മൂബിഖാത്ത് മാത്രം വന്തോഷമെന്ന് മനസ്സിലാക്കി വെച്ചത് തെറ്റാണ്. എവിടുന്ന് മനസ്സിലാക്കാൻ പറ്റി? റസൂലുള്ളാഹി തന്നെ സബഉൽ മൂബിഖാത്ത് അല്ലാത്ത അലാ ഉനബ്ബിഉകും ബി അക്ബറിൽ കബായിർ, വന്തോഷങ്ങളെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് ചോദിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു ചെയ്തു? നാം മനപ്പാടമാക്കി വെച്ച 7 സബഉൽ മൂബിഖാത്ത് ഉണ്ടല്ലോ, അതിൽ പെടാത്ത 2 എണ്ണത്തെ ഇതിൽ പറഞ്ഞു. അലാ ഉനബ്ബിഉകും ബി അക്ബറിൽ കബായിർ, വന്തോഷത്തെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്ന ചോദ്യം ചോദിച്ചിട്ട്, ഉഖൂഖുൽ വാലിദൈനി വശഹാദത്തു സൂർ, മാതാപിതാക്കളെ ദ്രോഹിക്കുക, കള്ള സത്യം ചെയ്യുക. ഷഹാദത്തു സൂർ, കള്ള സത്യം ചെയ്യുക. ഈ 2 എണ്ണത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിൽ പെടുത്തി? വന്തോഷങ്ങളിൽ പെടുത്തി. അതിനു മുമ്പ് അശ്ശിർക്കു ബില്ലാഹ്, അത് ആദ്യം പറഞ്ഞ സബഉൽ മൂബിഖാത്തിലുണ്ട്. അള്ളാഹു അല്ലാത്തവർ വിളിച്ച് പ്രാർത്ഥിക്കുക, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയാക്കുക, അറക്കുക, അള്ളാഹു അല്ലാത്തവർക്ക് ആരാധനകളുടെ ഏതെങ്കിലും ഇനങ്ങൾ സമർപ്പിച്ചുകൊണ്ട് റബ്ബിനോട്, ഷിട്ടാവിനോട്, ഷിട്ടികളാകുന്ന കാശിക്കുന്ന മുദ്രിക്കുന്ന മനുഷ്യന്മാരെ തുല്യപ്പെടുത്തുന്ന ശൈലി അള്ളാഹ്ക്ക് ഏറ്റവും ദേഷ്യമുള്ള, ഏറ്റവും വലിയ പരാക്രമത്തിൽ പരാക്രമമാണതെന്ന് ഖുർആൻ പറയുന്നതായ ഭാഗം. അതാണ് സബഉൽ മൂബിഖാത്തിൽ ഒന്നാമത്തത്, അശ്ശിർക്കു ബില്ലാഹ്, ശരീക, കമ്പനി. ഇവിടെ പലരുടെയും പോക്കറ്റിലുള്ള ഇഖാമയിൽ തന്നെ ഐഡന്റിറ്റിയിൽ എഴുതിയിട്ടുണ്ട് ശരീക. അത് ശരീക എന്ന് പറഞ്ഞാൽ കമ്പനി. എന്താ കമ്പനി എന്ന് പറഞ്ഞാൽ? അദ്ദേഹത്തിന് ജോലി ചെയ്യുന്നതായ ആ വകുപ്പ് കുറേ ആൾക്കാർ പാർട്ട്ണറായിട്ട് അല്ലെങ്കിൽ കമ്പനിയായി വർക്ക് ചെയ്യുന്നതാണ്. ആ കമ്പനി എന്ന് പറയുമ്പോൾ ഒരാൾ പോരെ, കുറേ ആൾ വേണം. അതാണ് ശരിക്ക എന്ന് പറഞ്ഞാൽ. ഷിർക്ക് എന്ന പദത്തിൽ നിന്നിട്ട് വന്നതാണ്. ഷിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളയോട് ആരാധനയിൽ മറ്റുള്ളവരെ കൂറ് ചേർക്കുക, പങ്കു ചേർക്കുക. നിദ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, സബിയ്യ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. തുല്യത ഏത് രൂപത്തിലും പാടില്ല. അള്ളാഹ് പറയുന്ന വേറൊരു ശരിയുണ്ട്, ലൈസ കമിസ്ലിഹി ശൈഅ
അള്ളാഹുവിനെ പോലോത്ത ആരുമില്ല, എന്തുമില്ല, എപ്പോഴുമില്ല, എവിടെയുമില്ല, ഉണ്ടായിട്ടില്ല, ഉണ്ടാവാൻ പാടുള്ളതുമല്ല. അതേ സമയത്ത് വഹുവസ്സമീഉൽ ബസീർ, അവൻ കാണുന്നു, കേൾക്കുന്നു. അപ്പോൾ നേരത്തെ അവനോട് തുല്യത ഉള്ളതില്ല എന്ന് പറയുമ്പോൾ അള്ളാഹിന്റെ കേൾവി മറ്റുള്ള കേൾവിയെ പോലെയല്ല, അള്ളാഹിന്റെ കാഴ്ച മറ്റുള്ള കാഴ്ചയെ പോലെയല്ല എന്ന് അതേ ആയത്ത് കുറിച്ചു. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ശക്തികളെ തുല്യപ്പെടുത്തുമ്പോൾ എന്താ കാട്ടുന്നത്? അള്ളാഹ് ചോദിക്കുകയാണ്, അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അടിമയെ ശിക്ഷിച്ച റബ്ബ് പോരെ? ആ റബ്ബിന് അവനെ രക്ഷിക്കാൻ പറ്റൂലേ? ആ റബ്ബിന് അവന് ഭക്ഷണം നൽകാൻ പറ്റൂലേ? ആ റബ്ബിന് അവന് രോഗം മാറ്റാൻ പറ്റൂലേ? ആ റബ്ബിനെ ഒഴിവാക്കി നിങ്ങൾ എന്തിനാണ് ആ റബ്ബ് ശിക്ഷിച്ച ശിക്തികളിലേക്ക് ചെല്ലുന്നു? അള്ളാഹു അല്ലാത്ത മൊയ്തീൻ ഷേഖിന്റെ പേര് പറഞ്ഞ്, റിഫായ് ഷേഖിന്റെ പേര് പറഞ്ഞ്, മമ്പർത്ത തങ്ങളെ പേര് പറഞ്ഞ്, ഉള്ളാൾത്ത തങ്ങളെ പേര് പറഞ്ഞ്, മാലിക്കിന്റെ പേര് പറഞ്ഞ്, കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം ഓരോ നാട്ടിലും ഓരോ ആള് ദൈവന്മാരാണ്. അവരെ പേര് പറഞ്ഞിട്ട് നിങ്ങൾ അവരെ പേടിപ്പിക്കുകയാണോ? മൊയ്തീൻ ഷേഖിനെ വിളിച്ചില്ലെങ്കിൽ തരം താഴ്ത്തിയാൽ അവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവരുടെ ദ്രോഹം തട്ടും, അവരുടെ അക്രമം തട്ടും, അല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥന തട്ടും എന്നാണ് തള്ളമാരൊക്കെ പറയാ. അവരുടെ ശാപം തട്ടും എന്നൊക്കെയാ പേടിപ്പിക്കുക പറഞ്ഞിട്ട്, അല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയൊക്കെയാണ് ചെറുപ്പത്തിലൊക്കെ ഞാൻ കേട്ട് പരിചയമുള്ളത്. ഇപ്പോഴൊക്കെ കേരളത്തിൽ വളരെ ചേഞ്ച് ഉണ്ടായി, സത്യം മനസ്സിലാക്കിയവർ ധാരാളം വികസിച്ചു കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഖുർആനും സുന്നത്തും ഇറങ്ങിയ നാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പഠിച്ചു പോകാനുള്ള ചുറ്റുപാട് എൻ്റെ സദസ്യർക്ക് ലഭിച്ചതിനെ ശരിക്കും ഉപയോഗപ്പെടുത്തണം. ഒരു ഭാവിയിൽ നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് എത്തേണ്ടി വരും. ആ സന്ദർഭത്തിൽ ഇവിടെ അറിഞ്ഞ വഹി, അതേ കളങ്കമറ്റ, അതേ തെറ്റില്ലാത്ത അതേ ഖുർആനും സുന്നത്ത്, ഇവിടെ റസൂലും സഹാബത്തും പഠിപ്പിച്ച ശൈലി ഇവിടുന്ന് ശരിക്കും ഉൾക്കൊണ്ട് പഠിച്ചു പോയി മറ്റുള്ളവരിലേക്ക് കുസാതെ, മടിക്കാതെ, പേടിക്കാതെ അവിടെ എത്തിച്ചു കൊടുക്കേണ്ടതായ ചുറ്റുപാട് വരുമ്പോൾ അത് ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അല്ലാഹ് വിടൂല. ഈ തന്നതായ ഈ പ്രത്യേകത റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ ടാക്സ് അടക്കാൻ മാത്രമുള്ള പ്രത്യേകതയാണ്. ആ ടാക്സ് അടച്ചാലേ തീരൂ എന്നത് നാം ഓരോരുത്തരും, ഞാൻ അടക്കമുള്ള ഓരോരുത്തരും ഉൾക്കൊള്ളേണ്ടതായ ഉത്തരവാദിത്വവും ബാധ്യതയും ചുമതലയും ആണ്. അള്ളാഹു അത് നിർവഹിച്ച് ജീവിച്ച് മരിക്കാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. ഹാജിമാരെൻ്റെ സദസ്സുള്ളത് കൊണ്ട് ഞാൻ അല്പം വികസിപ്പിക്കുന്നു, പ്രയാസപ്പെടരുത്. ഹാജിമാരെ എപ്പോഴും നാം പരിഗണിക്കും. കാരണം അവരുടെ അള്ളാഹുവിൻ്റെ അതിഥികളായി വരുന്നവരാണ്. അവരെ അള്ളാഹിൻ്റെ അതിഥികളാകുമ്പോൾ, അള്ളാഹ് ബഹുമാനിച്ചവരാകുമ്പോൾ, അവരെ തൊട്ട് കളിച്ചവരെ അള്ളാഹ് നരകത്തിൽ കടത്താൻ വേണ്ടി, അഥവാ കട്ടവരെ വരെ നരകത്തിൽ കടത്താൻ വേണ്ടി വരെ വാഗ്ദാനം ചെയ്ത വാക്ക് സഹീഹായ ഹദീസിൽ റസൂലുള്ളാഹി നമുക്ക് വാണിംഗ് നൽകിയതോടുകൂടി നമുക്കറിയാം എത്രമാത്രം പ്രാധാന്യമുള്ളവരാണ് സന്ദർശനത്തിന് വേണ്ടി, ഉംറയ്ക്ക് വേണ്ടി, ഹജ്ജിന് വേണ്ടി ഈ നാട്ടിലേക്ക് വരുന്നവരെ. അവർക്ക് വേണ്ടി നിങ്ങൾ യഥാർത്ഥത്തിൽ മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഉപരി പഠനം നടത്താൻ വേണ്ടി വന്നതായ പണ്ഡിതന്മാര് കച്ചകെട്ടി പുറപ്പെടേണ്ടതാണ്, അല്ലെങ്കിൽ ഒരുങ്ങി തയ്യാറാവേണ്ടതാണ്. എനിക്കറിയാം എല്ലാ ലീവുകളിൽ പണ്ടൊക്കെ 30 കൊല്ലം 25 കൊല്ലം 20 കൊല്ലം മുമ്പൊക്കെ ഇവിടെ ജീവിച്ചതായ 10-30ഓളം മലയാളികൾ ഉണ്ടായ കാലഘട്ടം വിട്ടുകടന്നിരുന്നു. അവരുടെയൊക്കെ പ്രോഗ്രാം നമ്മുടെ ഇന്നത്തെ കാലത്തിൽ നമ്മൾ നിന്നിട്ട് പലരും കാട്ടും പോലെ പെട്ടെന്ന് എവിടേക്കെങ്കിലും ചെല്ലാം, പെട്ടെന്ന് എവിടേക്കെങ്കിലും ഓടിക്കളയാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും സന്ദർശിച്ച് കളയാം എന്ന് മനസ്സിലാക്കുന്നതിന് പകരം അവർ പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ച് അവർ പ്രത്യേക മലയാളികൾ എവിടെയെല്ലാം മദീനയിലുണ്ട്, എത്രത്തോളം എൻ്റെ ഓർമ്മയിലുണ്ട്. ഒരു 20 കൊല്ലം മുമ്പ് വരേക്കും മദീന യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ ഇവിടെ ലീവ് വരുമ്പോൾ ഉടനെ തയ്യാറെടുത്ത് ഒരുങ്ങി ആ മുസ്ലിങ്ങൾ എവിടെയുണ്ട് അവിടേക്കെല്ലാം പോകണം, ക്ലാസ് എടുക്കണമെന്ന നിർബന്ധമുണ്ടായ ആളാണ്. ഈ സാധുവിനെ വലിച്ചു കൊണ്ടുപോകാറുണ്ട് കാറിൽ കയറ്റിയിട്ട്. എവിടേക്ക്? ജുറുഫിലേക്ക്. മദീന യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ അവിടെ അമുസ്ലിങ്ങൾക്ക് ക്ലാസ് കളിപ്പിക്കാൻ വേണ്ടി, അഥവാ മദീന മക്ക പുണ്യഭൂമി ആയതുകൊണ്ട് അമുസ്ലിങ്ങൾ കടക്കാത്ത സ്ഥലമാകുന്നത് കൊണ്ട് കടക്കുന്ന ഭാഗങ്ങളിൽ അവർ താമസിക്കുന്നുണ്ട്. ഇപ്പോഴുമുണ്ട്. അവിടേക്കെല്ലാം ഈ ദഅവത്ത്, ഈ തൗഹീദ്, ഈ ദൈവവിശ്വാസം, ഈ അള്ളാഹുവിനോടുള്ളതായ മഹബത്ത് സ്ഥാപിക്കുന്നതായ ചിഹ്നം, അത് ദഅവത്താണ്, നബിമാരുടെ ഡ്യൂട്ടിയാണ്. അത് മദീനയിലൂടെ സ്ഥാപിക്കാൻ, മദീനയിലൂടെ പ്രാക്ടീസ് നേടാൻ ചാൻസ് കിട്ടുക എന്നത് മഹാഭാഗ്യമാണ്. ഇത് മറ്റൊരു കാലഘട്ടത്തിലും എവിടെ നിന്നും ലഭിക്കാൻ സാധിക്കുന്നതല്ല. ഇവിടുന്ന് ലഭിക്കും പോലെ അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി പരിശ്രമിച്ച പല വിദ്യാർത്ഥികൾ ഇപ്പോൾ പേരെടുത്തതായ പണ്ഡിതന്മാരും പേരെടുത്തതായ പ്രബോധകന്മാരും എഴുത്തുകാരുമായി മാറിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാവുന്നതുപോലെ
അതുകൊണ്ട് നിങ്ങൾ ഈ സ്വർണ്ണാവസരം നഷ്ടപ്പെടുത്തരുത്. ഇവൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നാളെ ഒരു പക്ഷേ നിങ്ങളോട് വിടവാങ്ങാൻ സാധ്യതയുണ്ട്, മരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ മതം, ഈ ദീൻ, ഈ ദഅവത്ത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കണം. കാരണം ഇത് കേരളം പോലെയല്ല. ഖിയാമത്ത് നാൾ വരെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തിൽ നിന്നിട്ടും മനുഷ്യന്മാർ വന്നുകൊണ്ടേയിരിക്കാൻ അള്ളാഹ് തീരുമാനിച്ച നാടാണിത്. അതുകൊണ്ട് ഈ ജനങ്ങൾ കൂട്ടമായി ഹജ്ജിൻ്റെ പേരിലോ ഉംറയുടെ പേരിലോ സിയാറത്തിന്റെ പേരിലോ ഇവിടേക്ക് വരിക എന്നത് ഖിയാമത്ത് നാൾ വരെ അവസാനിക്കുന്നതല്ല, ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്നതാണ് ഖുർആൻ അല്ലെങ്കിൽ സുന്നത്ത് അല്ലെങ്കിൽ ഈ മതം, ഈ ഇസ്ലാം സ്ഥാപിച്ചു പോയത്. ഖിയാമത്ത് നാളാകുമ്പോൾ ആകാശത്ത് നിറങ്ങുന്ന ഈസ ഇവിടെ വന്നു കഴിഞ്ഞാൽ റസൂലുള്ളാഹി പറയുന്നു, ഈസ നബി വരും, എന്നിട്ട് മദീനയിലേക്ക് വരും, എന്നിട്ട് ബീറുർ റൗഹായിൽ കൂടി അദ്ദേഹം മുഫ്രിദായിട്ടോ ഖാരിനായിട്ടോ മുതമത്തിയായിട്ടോ മക്കയിലേക്ക് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന തൗഹീദിന്റെ വചനം ചൊല്ലിക്കൊണ്ട് അദ്ദേഹം വിശുദ്ധ കഅബയിലേക്ക് ചെല്ലുമെന്ന് ജീവിതത്തിൽ കളവുമറിയാത്ത നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഹദീസ് സഹീഹ് മുസ്ലിമിൽ. അപ്പോൾ എന്നും ഇവിടെ സംഭവിക്കുന്നതായ ഒന്നാണ് ഈ അള്ളാഹുവിൻ്റെ നിവേദക സംഘങ്ങൾ ഇവിടെ വരിക എന്നത്. അവരെ നാം പരിഗണിക്കണം, അവർക്ക് വേണ്ടത് എത്തിച്ചു കൊടുക്കണം. അതാണ് അവർ ചെയ്യുന്ന അമൽ സഹിഹാക്കാനുള്ളതായ മാധ്യമം. അത് നിങ്ങളുടെ പോക്കറ്റിലുണ്ട്. അള്ളാഹു നാം ചെയ്യുന്ന പ്രവർത്തനത്തെ അതിലുള്ള വീഴ്ചകളെ നെഗറ്റീവ് കൊണ്ട് സ്വീകരിക്കട്ടെ, ആത്മാർത്ഥത നൽകട്ടെ. അതെ, നാം എവിടെയായിരുന്നു? ഹദീസിൻ്റെ അർത്ഥം വെക്കുകയായിരുന്നു. അപ്പോൾ സബഉൽ മൂബിഖാത്ത് എന്ന 7 എണ്ണത്തിൽ മാത്രം പരിമിതമല്ല എന്നതിലേക്കും നിങ്ങൾ തെളിവ് കേട്ടു. എന്ത്? വന്തോഷം. സബഉൽ മൂബിഖാത്ത് എല്ലാവർക്കും അറിയാമല്ലോ. സബഉൽ മൂബിഖാത്ത് എല്ലാവർക്കും അറിയാം. ഇബ്നു അബ്ബാസ് പറയുന്നു, ഈ വന്തോഷം എന്ന് പറഞ്ഞാൽ 7 70 അടുത്തത്. ഹുവ അഖറബു ഇല 70 മിന 7. അതുകൊണ്ട് തന്നെ ഈ വന്തോഷങ്ങളെക്കുറിച്ച് പുസ്തകങ്ങൾ, പ്രത്യേക ഗ്രന്ഥങ്ങൾ അതിനുവേണ്ടി എഴുതിയിട്ടുണ്ട് പല പണ്ഡിതന്മാർ. അതിൽപ്പെട്ട ആളാണ് നമ്മുടെ ഇമാം ദഹബി. കേട്ടിട്ടുണ്ടല്ലോ ദഹബി ഇമാമിനെ? ദഹബി ഇമാമ് അദ്ദേഹത്തിൻ്റെ മിക്ക ഗ്രന്ഥങ്ങളും സൗദി ഗവൺമെൻറ് അച്ചടിച്ചെങ്കിലും അവർ കൊണ്ടുവന്നത് എവിടുന്നാണ്? മിക്ക ഗ്രന്ഥങ്ങൾ, എല്ലാ ഗ്രന്ഥങ്ങളുമല്ല, എവിടുന്നാണ്? ഹൈദരാബാദ് ദക്കൻ. നിങ്ങൾ നോക്കൂ, തഹദീബുൽ കമാൽ താഴെ എഴുതി കാണാം, ഹൈദരാബാദ് ദക്കൻ 36 വാല്യം. അതുപോലെ തന്നെ തഹദീബ് 12 വാല്യം ഇമാം ഹാഫിദ് ബിൻ ഹജർ അസ്ഖലാനിയുടെ. തഹദീബുൽ കമാൽ മിസ്സിയുടെ അതിൽ താഴെ എഴുതി കാണാം ഹൈദരാബാദ് ദക്കൻ. അച്ചടിച്ചത് ലബ്നാനാണ്, സൗദി ഗവൺമെൻറ് ചെലവിലാണ്. കാരണം കൊണ്ടുവന്നത് സൗദി ഗവൺമെൻറ് ചെലവിൽ ഇത് ഹൈദരാബാദിൽ നിന്നിട്ട് വിശുദ്ധ മദീനയിലേക്ക്, ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലേക്ക്. ഞാൻ പറഞ്ഞു വരുന്നത്, 1-ാം ലോകമായതും 2-ാം ലോകമായതൊക്കെ നടന്ന കാലഘട്ടങ്ങളിൽ നമ്മുടെ ഗ്രന്ഥങ്ങളെ നഷ്ടപ്പെടുത്തുന്ന വിഭാഗം കടന്നു വന്നപ്പോൾ അറബ് രാഷ്ട്രങ്ങളിലേക്ക് അതിനെ സംരക്ഷിക്കാൻ വേണ്ടി രംഗത്തിറങ്ങാനുണ്ടായത് വടക്കേ ഇന്ത്യൻ, അതുപോലെ തന്നെ ഹൈദരാബാദികളായ രാജാക്കന്മാർ, മുസ്ലിം രാജാക്കന്മാരായിരുന്നു. അവരിലൂടെയാണ് സംരക്ഷിക്കപ്പെട്ടത്. അള്ളാഹ് അങ്ങനെയാണ് അവൻ്റെ മതത്തെ സംരക്ഷിക്കാൻ ഏറ്റെടുത്തത്. അതങ്ങനെ തന്നെ സംരക്ഷിക്കപ്പെട്ടു. സുബ്ഹാനല്ലാഹ്. അങ്ങനെയുള്ള ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ 40 വാല്യമുള്ള താരീഖുൽ ഇസ്ലാം എന്ന ഗ്രന്ഥം, ഈ ഞാൻ ചർച്ച ചെയ്യുന്ന കബായിർ എന്ന ഗ്രന്ഥം രചിച്ച പണ്ഡിതനായ ഇമാം ദഹബിയുടെ ഗ്രന്ഥമാണ്. മനസ്സിലായില്ലേ? അദ്ദേഹത്തിന് സിയറു അഅലാമുൻ നുബല എന്ന ഗ്രന്ഥവും അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അത് 25 വാല്യമാണ്. നമ്മുടെ നേതാക്കളുടെ ഹിസ്റ്ററി അതിലുണ്ട്, നമ്മുടെ ചരിത്രകാരന്മാരുടെ ഹിസ്റ്ററി അതിലുണ്ട്, നമ്മുടെ റിപ്പോർട്ടകന്മാരുടെ ഹിസ്റ്ററി അതിലുണ്ട്, നമ്മുടെ രാജാക്കന്മാരുടെ ഹിസ്റ്ററി അതിലുണ്ട്, നമ്മുടെ ഖലീഫമാരുടെയും അമീറന്മാരുടെയും ഹിസ്റ്ററി അതിലുണ്ട്. ആരെഴുതിയതാണ്? ഈ ദഹബി എഴുതിയതാണ്. ആ ദഹബി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 76ഓളം ഇനങ്ങൾ എണ്ണുകയാണ് വന്തോഷങ്ങളുടെ കൂട്ടത്തിൽ. വന്തോഷം 7 പരിമിതമല്ല എന്നത് അദ്ദേഹം കുറിക്കുന്നു. അതുപോലെ തന്നെ കേരളീയർക്ക് പരിചയമുള്ളതായ ഇബ്നു ഹജർ അൽ ഹൈതമി കേട്ടിട്ടുണ്ടല്ലോ. ഇബ്നു ഹജർ അൽ ഹൈതമി 2 പുള്ളിയുള്ള താ ആണ്. ഹൈസമി
3 പുള്ളിയുള്ളതാണ്. ഹൈസമി എന്നത് ഇൽമുൽ ഹദീസിൽ അഗ്രഗണ്യ പണ്ഡിതനായ ഒരു വ്യക്തിയുടെ പേരാണ്. ഇയാൾ അഥവാ ഹൈതമി എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി ഫിഖ്ഹിൽ പാണ്ഡിത്യമുള്ള വ്യക്തിയാണ്. ഫിഖ്ഹിൽ പാണ്ഡിത്യമുള്ള വ്യക്തിയാണ്. ഈ ഹൈതമിക്കും എന്തുണ്ട്? കബായിർ എന്ന പേരിൽ ഗ്രന്ഥമുണ്ട്. മനസ്സിലായില്ലേ? വന്തോഷങ്ങൾ എന്ന ആ തലക്കെട്ടിൽ ഗ്രന്ഥമുണ്ട്. അതിൽ 90-ന് ശേഷമുള്ളതായ വന്തോഷങ്ങൾ അദ്ദേഹം എണ്ണുന്ന കൂട്ടത്തിൽ കാണാം. ഖബർ കെട്ടിപ്പൊക്കലും ഖബറിന്റെ പരിസരത്തിൽ അവിടെ വിളക്ക് കത്തിക്കലും അവിടെ അനാചാരം കാട്ടലും ഇതെല്ലാം അത് നേരിട്ട് ഖബറാളികളോട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന കാര്യമല്ല, മറിച്ച് അതിനു മുമ്പുള്ളതായ അപകടങ്ങളാണ്. അങ്ങനെയുള്ള അപകടങ്ങളെക്കുറിച്ച് വന്തോഷങ്ങളിൽ പെട്ടതാണ് എന്ന് ഹൈതമി പറയുന്നു. ഈ ഹൈതമി എന്ന് പറയുന്ന ആ പണ്ഡിതൻ യഥാർത്ഥത്തിൽ ഈജിപ്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ മക്കി എന്ന് ചേർത്ത് കാണാം, അഥവാ മക്കയിൽ താമസിച്ച ഈജിപ്തുകാരൻ. അദ്ദേഹം മഖ്ദൂമികളുടെ ഏറ്റവും വലിയ മഖ്ദൂമായ ഫത്ഹുൽ മുഈൻ പോലത്തെ ഗ്രന്ഥം എഴുതിയ 500 കൊല്ലം മുമ്പ് ജീവിച്ചതായ ആ വ്യക്തിയുടെ ഉസ്താദാണെന്ന് പറയപ്പെടുന്നു. മനസ്സിലായില്ലേ? ഇതൊക്കെ മതവിദ്യാർത്ഥികൾക്ക് ബദൽ കൂട്ടാക്കാൻ പറ്റുന്ന ഭാഗങ്ങൾ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു, ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെങ്കിൽ. എന്നാൽ അപ്പോൾ അവായിം വന്തോഷം എന്ന് ഈ വിഷയം ഞാൻ ചർച്ച ചെയ്ത് തന്നെ നമ്മുടെ ക്ലാസ് മെമ്പർ മൻസൂർ സാഹിബ് കഴിഞ്ഞ ക്ലാസ്സിൽ ചോദിച്ചു, വാപ്പയിലേക്ക് ഭാര്യയെ ചേർത്ത് പറഞ്ഞതിന് പകരം ഭാര്യയെ വാപ്പയിലേക്ക് ചേർത്ത് പറഞ്ഞതിന് പകരം ഭാര്യയെ ഭർത്താവിലേക്ക് ചേർത്ത് പറഞ്ഞാൽ അത് വന്തോഷമാണോ ചെറുദോഷമാണോ മൗലവി എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് തോന്നി, എന്ത് വേണം നമ്മുടെ അടുത്ത ക്ലാസ്സുള്ള വിഷയമെന്ന് നമ്മുടെ പ്രവർത്തകൻ മൊയ്തീൻകുട്ടി സാഹിബ് എന്നോട് അനൗൺസ് ചെയ്യാൻ വേണ്ടി ചോദിച്ചപ്പോൾ ഈ ചോദ്യം എൻ്റെ ഓർമ്മയിൽ വന്നപ്പോൾ ഞാൻ അത് തന്നെയാവട്ടെ എന്ന് തീരുമാനിച്ചു. ഇത് എല്ലാവർക്കും പഠിക്കാനുള്ള ഭാഗമാണ്. ഈ വന്തോഷം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ പലരും ധരിക്കാറുണ്ട് അത് 7 പരിമിതമാണ് എന്ന്. 7 അറിയാമല്ലോ, എല്ലാവർക്കും അറിയില്ലേ? ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇനിയിപ്പോൾ ഞാൻ നിങ്ങളോട് പറയാതെ തന്നെ മുസാബഖ് മത്സരത്തിന് വേണ്ടി ചോദിച്ചാൽ മറുപടി കിട്ടുമല്ലോ. അശ്ശിർക്കു ബില്ലാഹ്, ആദ്യത്തെ വന്തോഷം അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുക. അശ്ശിർക്കു ബില്ലാഹ് എന്നതിന് ആദ്യം വെക്കേണ്ട അർത്ഥം അങ്ങനെയാണ്. കാരണം റസൂലുള്ളാഹ് അങ്ങനെയാണ് നമുക്ക് അർത്ഥം വെച്ച് തന്നത്. അദ്ദുആ ഹുവൽ ഇബാദ. അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്നു, സഹീഹ് ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പറഞ്ഞ ശേഷം ഇഖ്റഊ ഇൻ ശിഅ്തും, നിങ്ങൾ വേണമെങ്കിൽ ഓദിക്കോ. എന്ത്? ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത്, ഞാനാണ് നിങ്ങൾക്ക് ഉത്തരം ചെയ്യുക. എന്നിട്ട് അല്ലാഹു നിർത്തിയില്ല, ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, എന്നോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നത് വേണ്ട എന്ന് വെച്ചതായ വിഭാഗത്തെ ഞാൻ നരകത്തിൽ നിന്ദ്യരായി നികിഷ്ടരായി നരകത്തിൽ പ്രവേശിപ്പിക്കുക തന്നെ ചെയ്യും. ഈ ആയത്ത് റസൂലുള്ളാഹി ഓതി. അപ്പോൾ ഇത് ആയത്തിൻ്റെ അർത്ഥം വെക്കുന്നതിൽ ഏറ്റവും പ്രാധാന്യമുള്ളതായ അർത്ഥമാണ് എന്ത്? ആയത്തിനെ ആയത്ത് കൊണ്ട് അർത്ഥം വെക്കുക, അല്ലെങ്കിൽ ആയത്തിനെ പറയൂ, ആയത്തിനെ ഹദീസ് കൊണ്ട് അർത്ഥം വെക്കുക. അപ്പോൾ ഖുർആനിൻ്റെ തഫ്സീറിൽ പ്രാധാന്യം നൽകപ്പെടുന്ന തഫ്സീറാണ് എന്ത്? ഖുർആനിൽ ഒരായത്തിനെ ആയത്ത് കൊണ്ട് വിശദീകരിക്കാൻ പറ്റുമെങ്കിൽ, ഏതുപോലെ ഉഅ്ബുദ് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, അല്ലേ? നിങ്ങൾ അല്ലാഹനെ ആരാധിക്കുക യഖീൻ വരുന്നത് വരെ. ഇവിടെ ഇസ്ലാമിനെ മനസ്സിലാക്കാത്തതായ അത്യുന്നതക്കാരായ ശങ്കരാചാര്യയുടെ തത്വമായി പേറി നടക്കുന്ന വിഭാഗമായ അനിസ്ലാമിക തരീഖത്തിന്റെ ഉടമകൾ എന്നർത്ഥം വെച്ചു. കെട്ടുറപ്പ് വരുന്നവരെ. അങ്ങനെ ഞാൻ തലശ്ശേരിയിൽ ഒരു മനുഷ്യനെ തന്നെ കണ്ടു എൻ്റെ ചെറുപ്പകാലഘട്ടത്തിൽ. കെട്ടുറപ്പ് വന്നു, ഞാൻ നിസ്കരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു നടക്കുന്ന മനുഷ്യന്മാരെ അള്ളാഹു ജീവിച്ചിരിക്കുന്നവരൊക്കെ ഹിദായത്തിലാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മനസ്സിലായില്ലേ? ആ ആയത്തിന്റെ ശരിയായ അർത്ഥം ഖുർആൻ തന്നെ പറയുന്നു. ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ വലം നകു നുത്ഇമുൽ മിസ്കീൻ വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ വകുന്നാ നുകദ്ദിബു ബിയൗമിദ്ദീൻ ഹത്താ അതാനൽ യഖീൻ. യഖീൻ യഖീൻ. മനസ്സിലായില്ലേ? എന്തേ നിങ്ങൾ
നരകത്തിൽ കടന്നുപോയി. നിങ്ങൾക്ക് മദീനയിൽ താമസിച്ച കാലഘട്ടത്തിൽ എൻ്റെ റൂം മെമ്പറായിരുന്നുവല്ലോ. ഉദാഹരണം കേട്ടാ, ആയത്തിൻ്റെ അർത്ഥമല്ല കേട്ടാ, ആയത്തിൻ്റെ അർത്ഥമല്ല, ഉദാഹരണം. എന്തേ നിങ്ങൾ നരകത്തിലേക്ക് എത്തി? നിങ്ങൾ മദീനയിലും മക്കയിലും നിങ്ങൾ മുസ്ലിം ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ മുസ്ലിങ്ങളുടെ കൂടെയായിരുന്നുവല്ലോ. മറുപടി എന്താണ്? നിങ്ങൾ അങ്ങനെയാണ്, നിങ്ങളുടെ കൂടെയാണ് ഞാൻ എങ്കിലും ഞാൻ നിങ്ങളെപ്പോലെ പള്ളിയിലേക്ക് എത്തിയില്ല നമസ്കരിക്കാൻ. ഞാൻ നിങ്ങളെപ്പോലെ നമസ്കരിച്ചിട്ടില്ല. ലം നകു മിനൽ മുസല്ലീൻ, ഞാൻ നിസ്കാരക്കാരനായിരുന്നില്ല. വലം നകു നുത്ഇമുൽ മിസ്കീൻ, ഞാൻ മിസ്കീന്മാർക്ക് ഭക്ഷണം നൽകാറുണ്ടായിരുന്നില്ല. അങ്ങനെ അവസാനം മൂപ്പർ പറയുന്നതാണ് നരകത്തിൽ ഹത്താ അതാനൽ യഖീൻ, ഞങ്ങൾ മരിക്കുന്നത് വരെ അങ്ങനെയാണ് കാട്ടിയത്, അവിടെ മരണപ്പെടുന്നത് വരെ എന്ന് റസൂലുള്ളാഹി അർത്ഥം വെച്ച് തന്നതായ അർത്ഥമാണ്. ആയത്ത് കൊണ്ട് ആയത്ത് അർത്ഥം വെക്കുക, അത് ഒന്നാമത്തത്. ഈ അർത്ഥം കുറിക്കുന്ന, ഈ തഫ്സീർ വിശദീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് നമ്മുടെ ഷെയ്ഖ് മുഹമ്മദ് അമീൻ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അദ്വാഉൽ ബയാനി എന്ന ഗ്രന്ഥം. വിദ്യാർത്ഥികൾക്ക് വേണ്ടി അദ്വാഉൽ ബയാൻ 10-ൽ പരം വാല്യങ്ങളുണ്ട്. അത് ഇവിടെയുള്ള ലൈബ്രറികളിൽ കിട്ടും. അതിൽ 4ഓളം വാല്യങ്ങൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹം തന്നെ എഴുതിയതാണ്. അദ്ദേഹം എഴുതി അവസാനിക്കുന്നതിന് മുമ്പ്, കിതാബ് അവസാനിക്കുന്നതിന് മുമ്പ് നവവി പോലെ നവവി ഇമാമിൻ്റെ പല ഗ്രന്ഥങ്ങളും അവസാനിക്കുന്നതിന് മുമ്പ് മരിച്ചുപോയി. പിന്നെ മറ്റാൾക്കാർ വന്നിട്ടാണ് പൂർത്തിയാക്കിയത്. എന്നതുപോലെ ഈ മഹാനായ അദ്വാഉൽ ബയാൻ്റെ ഉടമ മുഹമ്മദ് അമീൻ, ഞാൻ വരുമ്പോൾ മദീനയിലുണ്ട്, പ്രഗത്ഭ പണ്ഡിതനാണ്, മഹാപണ്ഡിതനാണ്. അദ്ദേഹത്തെ മഹാനായ ഷെയ്ഖ് ഇബ്നു ബാസ് വരെ ആദരിക്കാറുണ്ടായിരുന്നു. അതേസമയത്ത് അവരൊക്കെ സമകാലന്മാരാണ്. സമകാലന്മാരായതോടുകൂടി പണ്ഡിതനായത് കാരണത്താൽ ആദരിക്കാറുണ്ടായിരുന്നു മുഹമ്മദ് അമീൻ എന്ന വ്യക്തിയെ. അത് ഹറമിൻ്റെ അകത്ത് ക്ലാസ് എടുക്കാറുണ്ടായിരുന്നു ഞാൻ വന്ന കാലഘട്ടങ്ങളിൽ ഏകദേശം. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൻ്റെ പേരാണ് എന്ത്? മറന്നോ? അദ്വാഉൽ ബയാൻ ഫീ തഫ്സീറുൽ ഖുർആൻ ബിൽ ഖുർആൻ. ഖുർആനിനെ ഖുർആൻ കൊണ്ട് വ്യാഖ്യാനിക്കേണ്ട ഗ്രന്ഥം, വ്യാഖ്യാനിക്കാൻ പഠിപ്പിക്കുന്ന ഗ്രന്ഥം. അത് അദ്ദേഹം മരിച്ച ശേഷം ഇപ്പം അടുത്ത് മരിച്ചു പോയതായ മദീനത്ത് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നതായ ഷെയ്ഖ് അതിയ സാലിം എന്ന മദീന യൂണിവേഴ്സിറ്റിയിൽ അധ്യാപകനായിരുന്ന മഹാപണ്ഡിതൻ അതിനെ പരിപൂർണമാക്കി 10ഓളം വാല്യമാക്കി മാറ്റുകയും ചെയ്തു. ഇതൊക്കെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് ഇത്തരം കാര്യം പ്രത്യേകം ഉണർത്തുന്നത്. അങ്ങനെയുള്ള തഫ്സീറുൽ ഖുർആൻ ബിൽ ഖുർആൻ നാം എന്തിനാണ് അവർക്കൊക്കെ ചെന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന എന്ന് റസൂലുള്ളാഹി പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞതായ ആയത്തിനെ അതിന് തെളിവായി ഉപയോഗിച്ചു. അവിടെ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലാതെ തീർത്ത് മനസ്സിലാക്കാൻ വേണ്ടി. അതുകൊണ്ടാണ് ഞാൻ സർവ്വ ക്ലാസ്സുകളിലും ചർച്ചയ്ക്ക് വരുമ്പോൾ എന്ത് ചെയ്യും? അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന അർത്ഥം ആ ശിർക്ക് എന്നതിൻ്റെ വിപരീതം പറയുമ്പോൾ പറയും. സഹോദരന്മാരെ, നാം എവിടെയായിരുന്നു? ഉദുഉഹും ലിആബാഇഹിം. അപ്പോൾ നമ്മുടെ സഹോദരൻ ചോദിച്ച ചോദ്യത്തിന് മറുപടിയായിരുന്നു ഇന്നത്തെ ക്ലാസ്. എന്ത്? ഭാര്യമാരുടെ പേര് ഭർത്താക്കന്മാരോട് കൂട്ടിച്ചേർത്ത് പറയുന്നത് വൻദോഷമാണോ ചെറുദോഷമാണോ? ഞാൻ പറഞ്ഞു നിർബന്ധിതാവസ്ഥയിൽ അത് പാസ്പോർട്ടിൽ അങ്ങനെ ചേർക്കൽ വേണമെങ്കിൽ മാത്രം അല്ലാത്ത പക്ഷം ഒഴിവാക്കേണ്ടതാണ്. തെളിവ് സഹിതം നോക്കുകയാണെങ്കിൽ അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഉദ്ഉഹും ലിആബാഇഹിം എന്ന് കൽപ്പിച്ചതുകൊണ്ടും അതുപോലെ തന്നെ ഈ വാപ്പയിലേക്ക് കൂട്ടിച്ചേർത്ത് പറയാതെ മറ്റുള്ളവരിലേക്ക് ചേർത്ത് പറയുക എന്നതും അപ്രകാരം തന്നെ നാം വളർത്തുന്ന കുട്ടിയെ നാം നമ്മുടെ മക്കളെ അല്ലാതെ മറ്റുള്ളവരെ വളർത്തുകയാണെങ്കിൽ ആ വളർത്തുന്ന കുട്ടികളെ നമ്മളിലേക്ക് ചേർത്ത് പറയുക എന്ന തത്വം പണ്ട് ജാഹിലിയത്തിലുണ്ടായിരുന്നു. അത് ക്യാൻസലാക്കാൻ വേണ്ടി തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പോറ്റുമകനാണ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നതായ സെയ്ദ് ഇബ്നു ഹാരിസയെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ള കെട്ടിയതായ പെണ്ണ്, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കെട്ടാൻ പോകുന്നതായ പെണ്ണിനെ റസൂലുള്ളാഹിൻ്റെ അമ്മായിയുടെ മകളെ ആ വ്യക്തിയെ കൊണ്ട് കെട്ടിപ്പിച്ചു. ആ
വ്യക്തിയെ കൊണ്ട് കെട്ടിപ്പിച്ചു. എന്നിട്ട് അവർ തലാഖ് ചൊല്ലിയ ശേഷം പിന്നെ അവരാര് ചെയ്തു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കെട്ടുകയും ചെയ്തു. അതോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തുകളിലൂടെ എന്ത് ചെയ്തു? ദത്തെടുക്കുന്നതായ കുട്ടികളെ സ്വന്തം മക്കളാക്കി മാറ്റുക എന്ന പ്രശ്നമേ ഇല്ല. ഇത് അങ്ങനെയുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഈ മാസത്തിൽ ഒന്നോ അല്ലെങ്കിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2 ചോദ്യം വന്നിരിക്കുകയാണ് കേരളത്തിൽ നിന്നിട്ടും ഗൾഫ് രാഷ്ട്രത്തിൽ നിന്നിട്ടും. ഞാൻ പോറ്റി വളർത്തിയതായ കുട്ടിക്ക് ഇപ്പോൾ പ്രായം തികഞ്ഞു, ആ കുട്ടിയെ ഞാൻ കെട്ടിച്ചു കൊടുക്കാൻ പറ്റുമോ എന്ന്. വാപ്പയായിട്ട് ഞാൻ തന്നെ വലിയായി മാറാൻ പറ്റുമെന്ന് കുട്ടിയുടെ വാപ്പ അറിയുകയില്ലായിരിക്കും ആരാണെന്ന്. മനസ്സിലായില്ലേ? എന്തുകൊണ്ട് വരുന്നു? അത് അത്തരം കാര്യങ്ങളൊക്കെ അവ്യക്തമായി മാറുന്നു ജനങ്ങളുടെ ശ്രദ്ധയിൽ എന്നതുകൊണ്ട് വരുന്നു. അത്തരം കാര്യങ്ങൾ അവ്യക്തമായി മാറാൻ പാടില്ലാത്ത ഭാഗങ്ങളാണ് യഥാർത്ഥത്തിൽ. പിന്നെ അതുകൊണ്ട് തന്നെ സഹീഹ് ബുഖാരിയിലൊക്കെ ഉണ്ട്, അത് നന്ദികേടാണ് എന്ന അർത്ഥമുള്ളതായ കുഫ്ർ എന്ന ശൈലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം വാപ്പയിലേക്കല്ലാതെ ചേർത്ത് പറയുന്നവരെ കുറിച്ച് പറഞ്ഞതായിട്ട് കാണാം. അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി അത്തരം കാര്യങ്ങൾ നമ്മൾ നിർബന്ധമില്ലെങ്കിൽ ഒഴിവാക്കുക. ചിലപ്പോൾ പാസ്പോർട്ട് എടുക്കുമ്പോൾ അങ്ങനെ നിർബന്ധമായി കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അല്ലാതെ ഒഴിവാക്കുക, അതാണ് വേണ്ടത്. പിന്നെ പ്രത്യേകിച്ച് നാഷണാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സൗദി അറേബ്യൻ്റെ അതിർത്തിയിലൊക്കെ എന്താണ് പ്രത്യേക പട്ടണമൊക്കെ ഉണ്ട്, അതിർത്തിയിലുള്ള പട്ടണങ്ങൾ, യമൻ അതിർത്തിയിലുള്ള പട്ടണങ്ങൾ. അവിടെയൊക്കെ അറിവില്ലാത്തവർ എന്ത് ചെയ്യുന്നു? സ്വന്തം കുടുംബത്തിൻ്റെ പേര് ഒഴിവാക്കിയിട്ട് വേറെ നാഷണാലിറ്റി കിട്ടുമെന്ന് പ്രതീക്ഷയുള്ളതായ കബീലയുടെ പേരാക്കി മാറ്റുന്നു. അത് യഥാർത്ഥത്തിൽ ഈ വിരോധിക്കപ്പെട്ട വന്തോഷങ്ങളിൽ തന്നെ പെടും. മനസ്സിലായില്ലേ? അത് പാടേ ഇല്ല. സ്വന്തം വാപ്പയുടെ കുടുംബത്തിനെ ഒഴിവാക്കിയിട്ട് വേറൊരാളെ വാപ്പയും കുടുംബവുമാക്കി മാറ്റുന്ന ശൈലി, അത് തീരെ പാടില്ലാത്തതായ ഭാഗമാണ്. അതെ, ഉദ്ഊഹും ലിആബാഇഹിം, നിങ്ങൾ നിങ്ങളുടെ വാപ്പമാരിലേക്കാണ് ചേർത്ത് പറയേണ്ടത്. ഇനി ഫൈലം താലമു ആബാഹും, ഇസ്ലാമിൻ്റെ ആദ്യകാലത്തിലാകുമ്പോൾ ആരാണ് ആണെന്ന് അറിയാൻ പറ്റാത്ത രീതി ഉണ്ടാവാം. അതുപോലെ തന്നെ ഏത് കാലഘട്ടത്തിലും ഉണ്ടാവാം. ആരാണ് കെട്ടിച്ചു കൊടുക്കേണ്ടത് എന്ന ചോദ്യം പോലത്തതായ ഇനങ്ങളിൽ ഉണ്ടാവാം, സംശയമില്ല. അങ്ങനെയാകുമ്പോൾ ഫൈഖ്വാനുക്കും ഫിദ്ദീൻ, അവർ നിങ്ങളുടെ സഹോദരന്മാരാണ്, സഹോദരികളാണ് എന്നല്ലാതെ നിങ്ങൾ അവരുടെ വാപ്പമാരല്ല. അവരെ നിങ്ങൾ വളർത്തിയത് കൊണ്ട്, മനസ്സിലായോ? അവരെ നിങ്ങൾ വളർത്തിയത് കൊണ്ട് നിങ്ങൾ അവരുടെ വാപ്പമാരാകുന്നതല്ല. പിന്നെ ചുരുങ്ങിയാൽ അവരെ ചെറുപ്പത്തിലേ വളർത്തുമ്പോൾ നീ കെട്ടിയ പെണ്ണ് ആ കുട്ടിക്ക് മുല കൊടുക്കുകയാണെങ്കിൽ മുലകുടി ബന്ധമുണ്ടാക്കാം. മുലകുടി ബന്ധത്തിൽ വിലായത്ത് ലഭിക്കൂല. എന്താ വിലായത്ത് എന്ന് പറഞ്ഞാൽ വാപ്പയാൻ പറ്റൂല. മനസ്സിലായില്ലേ? മുലകുടി ബന്ധത്തിലൂടെ നിന്റെ ഭാര്യയുടെ മുല കുടിച്ച ആ വ്യക്തിയുടെ വാപ്പയാണ് മുലകുടി ബന്ധത്തിൽ. അതേസമയത്ത് എന്തല്ല, നീ നിക്കാഹ് കഴിച്ച് കൊടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള വാപ്പയല്ല. ഇതുപോലത്തതായ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാത്ത അവ്യക്തമാകുന്നതായ ധാരാളം മസാലകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിൽപ്പെട്ടതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വന്തോഷങ്ങളുടെ ഇനത്തിൽപ്പെടുത്താൻ നമുക്ക് പറ്റുന്നതായ ഭാഗങ്ങളിൽപ്പെട്ടതാണ് കിനാവിലോ അല്ലെങ്കിൽ മെഹറാജിന് രാത്രിയോ റസൂലുള്ളാഹ് പല തവണ പല ശൈലിയിലായിട്ട് ശിക്ഷിക്കപ്പെടുന്നവരെ കണ്ടിട്ടുണ്ട്. അങ്ങനെ കണ്ടതായ കൂട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യക്തിയുടെ മുൻഭാഗം ബാക്ക് സൈഡിലേക്ക് ഒന്നിച്ചിട്ടിങ്ങനെ പോവാണ്, എന്നിട്ട് പിന്നെയും വരാണ്, പിന്നെയും പോവാണ്, പിന്നെയും വരാണ്. അങ്ങനെ ശിക്ഷിക്കപ്പെടുന്ന വ്യക്തിയെ കണ്ടു. ചോദിക്കപ്പെട്ടപ്പോൾ പറഞ്ഞു, എന്ത്? ഇദ്ദേഹം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇന്നത്തെ ഭാഷയിൽ വെബ്സൈറ്റിൽ കൂടി അല്ലെങ്കിൽ മൊബൈലിൽ കൂടി നെറ്റിൽ കൂടി ഇങ്ങനെ വരുന്നതായ കളവുകളെ ഇങ്ങനെ പ്രചരിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നവർ, അഥവാ ചില കളവുകൾ അവർ പറയും. എങ്ങനെയുള്ള കളവാണ്? പറഞ്ഞു കഴിയുമ്പോൾ അന്തരീക്ഷം സകലം വ്യാപകമാകും, ലോകമാസകലം പെട്ടെന്ന് എത്തുന്ന രൂപത്തിലുള്ള കളവുകൾ പറയുന്നവര് ഖിയാമത്ത് നാളിന്റെ അലാമത്തിൽ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം അങ്ങനെയുള്ളവര് മഹാപാപികളാണ് എന്ന് റസൂലുള്ള കൂട്ടിച്ചേർത്തിട്ടുമുണ്ട്.
അപ്പോൾ അതുകൊണ്ട് തന്നെ വന്തോഷം എന്നതിൻ്റെ വിശദീകരണം നൽകിയപ്പോൾ മഹാത്മാക്കൾ പഠിപ്പിച്ച ശൈലിയാണ്, ഒന്നിരിക്കലോ അള്ളാഹിന്റെ ഭാഗത്തിൽ നിന്നിട്ട് റസൂലുള്ളാഹിന്റെ ഭാഗത്തിൽ നിന്നിട്ട് ശപിക്കപ്പെടുക, അല്ലെങ്കിൽ നരകം കൊണ്ട് വാണിംഗ് നൽകപ്പെടുക, പേടിപ്പിക്കപ്പെടുക, ശപിക്കപ്പെടുക, ദേഷ്യപ്പെടുക, അള്ളാഹ് ദേഷ്യപ്പെട്ടിരിക്കുന്നു എന്ന പദം ഉപയോഗിക്കുക. ഇങ്ങനെയുള്ള ശൈലികളോടുകൂടി വരുന്നതായ സർവ്വ ദോഷങ്ങളും സർവ്വ പാപങ്ങളും എന്താണ്? വന്തോഷങ്ങളിൽപ്പെട്ടതാണ്. അപ്പോൾ വന്തോഷങ്ങൾ ചെറുദോഷങ്ങളിൽ നിന്നിട്ട് വ്യത്യസ്തപ്പെടാനുള്ള ശൈലി വഈദ്, വാണിംഗ്, അള്ളാഹിന്റെ ഭാഗത്തിൽ നിന്നിട്ട് പരലോക ശിക്ഷയുടെ വാണിംഗ് ആ ദോഷത്തോടു കൂടി വരിക, അല്ലെങ്കിൽ അള്ളാഹ് അവരോട് വെറുത്തിരിക്കുന്നു, ദേഷ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറയുക, അല്ലെങ്കിൽ അള്ളാഹിന്റെ ശാപം അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ ശാപം, മനുഷ്യന്മാരുടെ ശാപം അവരിൽ ഉണ്ടാവട്ടെ എന്ന് പറയുക. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഉച്ചക്കോതിയില്ലേ, ഇന്നല്ലദീന യക്തുബൂന മാ അൻസൽനാ മിനൽ ബയ്യിനാത്തി വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യനാഹു ലിന്നാസി ഫിൽ കിതാബി ഉലൈക യൽഅനുഹുമുല്ലാഹ് വയൽഅനുഹുൽ ലായിനൂൻ ഇല്ലല്ലദീന താബു വഅസ്ലഹു വബയ്യനു. അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ ഓതിയതാണ് ഉച്ചക്ക്. എന്താണത്? അറിഞ്ഞ അറിവിനെ മറച്ചു വെക്കുന്ന വിഭാഗം ആരാണ്? അള്ളാഹ് ശപിച്ചവരാണ്. സന്ദർശകർ മുമ്പിലുള്ളത് കൊണ്ട് ഞാൻ പറയുന്നു, അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും ലോകരാസകലം ശപിക്കുന്നവരാണ് മദീനയിൽ ബിദ്അത്ത് ചെയ്യുന്നവര്. റസൂൽ പറഞ്ഞില്ലേ, മൻ അഹദസ ഫീഹാ ഹദസൻ ഔ ആവാ മുഹദിസൻ ഫഅലൈഹി ലഅനത്തുല്ലാഹി വന്നാസ് ഫലഅനത്തുല്ലാഹി വൽ മലായികതി വന്നാസി അജ്മഈൻ ലാ യുഖ്ബലു മിൻഹു സർഫുൻ വലാ അദ്ലുൻ, അല്ലെങ്കിൽ ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദ്ലാ. ഇതൊക്കെ നാം മനപ്പാടമാക്കി വെച്ച ഹദീസാണ്, മനപ്പാടമാക്കി വെക്കേണ്ടതാണ്. കാരണം ഹാജിമാർക്കും ഉംറക്കാർക്കും പറഞ്ഞു കൊടുക്കണ്ടേ, ഓർമ്മയിൽ വേണം. ഈ മദീന എന്ന് പറഞ്ഞാൽ ഐറിൻ്റെയും സൗറിൻ്റെയും ഇടയിലുള്ളതായ ഭൂമിയാണ്. ഇവിടെ ഒരാൾ ഹദസ് ചെയ്താൽ, ഇവിടെ ഒരാൾ ഈ അനിസ്ലാമികമായ എന്തെങ്കിലും ബിദ്അത്ത് ചെയ്താൽ, ദീനിലില്ലാത്തതായ ഖബർ കെട്ടിപ്പൊക്കലുകളോ ആരപ്പോക്കുകളോ അള്ളാഹു അല്ലാത്തവർ വിളിച്ച് പ്രാർത്ഥിക്കലുകളോ, അല്ലെങ്കിൽ ജന്മദിനാഘോഷമോ, അല്ലെങ്കിൽ മരണദിന ആഘോഷമോ, അല്ലെങ്കിൽ ക്രിസ്മസ് കൊണ്ടാടലോ, അല്ലെങ്കിൽ ഓണം കൊണ്ടാടലോ, എന്താണെങ്കിലും വിരോധമില്ല. റസൂലുള്ളാഹ് കർശനമായ ശൈലിയിൽ ആക്ഷേപിച്ചതായ ബിദ്അത്ത്, ദീനിലില്ലാത്തതായ നൂലാമാലകൾ ദീനിന്റെ പേരിൽ ചെയ്താലും വിരോധമില്ല. ഈ ഭൂമിയിൽ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിനെ ശപിക്കട്ടെ, മലക്കുകളെ ശപിക്കട്ടെ, എല്ലാവരുടെ ശാപം അവരിൽ ഉണ്ടാവട്ടെ എന്ന് റസൂലുള്ളാഹി പറഞ്ഞ ശൈലി അത് ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട്, മുത്തഫഖുൻ അലൈഹിയാണ്. അപ്പോൾ അങ്ങനെ ചെയ്തവർ, അങ്ങനെ വന്നതായ ഹദീസ്, അങ്ങനെ പറഞ്ഞതായ തെറ്റ് എന്തായി മാറി? വന്തോഷം. അപ്പോൾ വന്തോഷം എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു തആലയോ അല്ലെങ്കിൽ റസൂലോ ആ തെറ്റ് വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ അതിനെ കുറിച്ച് ഒന്നിരിക്കലോ അള്ളാഹിന്റെ ശാപം ഇറങ്ങുമെന്നോ, അല്ലെങ്കിൽ നരകത്തിൽ കടക്കേണ്ടി വരുമെന്നോ, അല്ലെങ്കിൽ പരലോക രക്ഷ കിട്ടാൻ സാധ്യത കുറവാണെന്നോ, അല്ലെങ്കിൽ പരലോകത്തിൽ മഹാശിക്ഷ ലഭിക്കുമെന്നോ, അല്ലെങ്കിൽ ഖബറിൽ മഹാശിക്ഷ ലഭിക്കുമെന്നോ, മരണാനന്തരം മഹാശിക്ഷ ലഭിക്കുമെന്നോ പേടിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നതായ ആ ശൈലിയിലുള്ളതായ ഏത് തെറ്റുകളും എന്താണ്? വന്തോഷങ്ങളിൽപ്പെട്ടതാണ്. അതിൽപ്പെട്ടതാണ് പുരുഷന്മാർ. റസൂലുള്ളാഹി ശപിച്ചിരിക്കുന്നു, അള്ളാഹു ശപിച്ചിരിക്കുന്നു, സ്ത്രീകളിൽ നിന്ന് പുരുഷന്മാരോട് തുല്യപ്പെടുന്നതായ സ്ത്രീകൾ, പുരുഷന്മാരിൽ നിന്നിട്ട് സ്ത്രീകളോട് തുല്യപ്പെടുന്നതായ പുരുഷന്മാർ. മനസ്സിലായില്ലേ? വസ്ത്രധാരണയിൽ അല്ലെങ്കിൽ പ്രത്യേക ഇഞ്ചക്ഷനൊക്കെ കയറ്റിയിട്ട് പെണ്ണായി ഇങ്ങനെ മയങ്ങാൻ പരിശ്രമിക്കുക, അങ്ങനെയുള്ളൊരു കൂട്ടർ തന്നെയുണ്ട്. 3-ാം വകുപ്പ് അല്ലേ, ഇപ്പോൾ അറബ് രാഷ്ട്രത്തിലും അനബ് രാഷ്ട്രത്തിലൊക്കെ ഉണ്ട്. അങ്ങനെ പെണ്ണായി അഭിനയിക്കുകയോ ആണായി അഭിനയിക്കുകയോ പെണ്ണ്, ഇവരൊക്കെ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. ഇതൊക്കെ എന്തായി? അപ്പോൾ വന്തോഷങ്ങളിൽ പെട്ടു. റസൂൽ പറയുന്നു, സിൻഫാനി മിൻ ഉമ്മത്തി ലം അറഹുമാ, എൻ്റെ ഉമ്മത്തുകൾ എന്നിട്ട് 2 വകുപ്പ് ഞാൻ അവരെ കണ്ടിട്ടില്ല. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൗമും മഅഹും സിയാത്ത്, ഒരു വിഭാഗം അവരുടെ കൂടെ വടിയുണ്ട്, ആ വടി പശുവിൻ്റെ വാലിനോട് തുല്യതയുള്ള വടിയാണ്, ജനങ്ങളെ അതിലൂടെ അടിക്കും.
ചിലപ്പോൾ വരാൻ പോകുന്ന ആളായിരിക്കും, നമുക്ക് അറിയുകയില്ല. അല്ലാഹു അലം. രണ്ടാമത്തെ ഇനം നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മുമീലാത്തുൻ മായിലാത്ത്. സ്ത്രീകൾ എങ്ങനെയുള്ള സ്ത്രീകളാണ്? അവർ വസ്ത്രം ധരിച്ചിട്ടില്ല. നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മുമീലാത്തുൻ മായിലാത്ത്. ഡാൻസ് ആടുന്ന രൂപത്തിലായിരിക്കും അവരുടെ നടത്തം. കണ്ടാൽ ആകർഷിക്കപ്പെടുന്ന രൂപത്തിലുള്ള നടത്തം, കണ്ടാൽ പുരുഷന്മാർ വഞ്ചിക്കപ്പെടുന്ന രൂപത്തിലുള്ളതായ ആകർഷണീയ ശൈലിയിലുള്ളതായ വസ്ത്രധാരണ, ധരിച്ചാലും ധരിക്കാത്ത വസ്ത്രധാരണ. റൂസുഹുന്ന കഅസ്നിമത്തിൽ ബുഖ്തിൽ മായിൽ സിനിമത്തിൽ അൽ ബുഖ്തിൽ മായില, ഇത് ചാഞ്ഞു നിൽക്കുന്നതായ ഈ പൂഞ്ഞ പോലെയാണ് അവരുടെ തലയുടെ മീതെ. പൂഞ്ഞ എന്ന് പറഞ്ഞാൽ അറിയില്ലേ, ഒട്ടകത്തിൻ്റെ മീതെയുള്ള പൂഞ്ഞ, അതുപോലെയാണ് അവരുടെ തല. റസൂലുള്ളാഹി എത്ര കൃത്യമായിട്ടാ ലം അറഹുന്ന. സുബ്ഹാനല്ലാഹ്, ലം അറഹുമ, അവരെ ഞാൻ കണ്ടിട്ടില്ല, അവരെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിയുടെ കാലത്തിലില്ല. പക്ഷെ പിൻകാലഘട്ടത്തിൽ അവർ വരും. അവരുടെ കോലമൊക്കെ ഇങ്ങനെയാണ്. നിങ്ങൾ കണ്ടോ? റസൂല കണ്ടില്ല, നിങ്ങൾ കണ്ടോ? നിങ്ങളത് കണ്ടില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയുള്ളവരെ കുറിച്ച് പറയുന്നതാണ് എന്ത്? അവര് നരകത്തിന്റെ വാസന വരെ ശ്വസിക്കുകയില്ല. എത്രയോ അകലെ 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 നിന്ന് വാസന ശ്വസിക്കാൻ സാധിക്കുന്നതാണ് കൂട്ടരേ. സ്വർഗത്തിൻ്റെ വാസന അവർ ശ്വസിക്കുന്നതല്ല. സ്വർഗത്തിൻ്റെ വാസനയാണെങ്കിൽ വളരെ 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 ദൂരെ നിന്ന് ശ്വസിക്കാൻ മാത്രം പറ്റുന്നതായ മഹാവാസനയുള്ളതായ ലോകമാണ് സ്വർഗലോകം. ആ സ്വർഗം അവരെ തീണ്ടുകയില്ല, സ്വർഗത്തിലേക്ക് അവരടുക്കയില്ല, സ്വർഗത്തിൻ്റെ വാസന അവർ ശ്വസിക്കുക തന്നെ ഇല്ല. അള്ളാഹ് അവർക്ക് പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ, അള്ളാഹിനോട് അവർ പാശ്ചാത്തപിച്ചിട്ടില്ലെങ്കിൽ ഒഴികെ. അതുപോലെ തന്നെ ശപിക്കപ്പെട്ട ആളെ ഞാൻ സംഭവമാണ്, ടൈം വളരെ അതിക്രമിച്ചിട്ടുണ്ട്. റസൂൽ പറയുന്നു, അല്ലാഹു മുഹല്ലില വൽ മുഹല്ലല. എന്താ മുഹല്ലിൽ എന്ന് പറഞ്ഞാൽ? ഈ 3 തലാഖും ചൊല്ലിക്കഴിഞ്ഞ പെണ്ണിനെ വീണ്ടും ഭർത്താവിന് കിട്ടണമെന്ന് പൂതി വെച്ചാൽ അള്ളാഹിനൊരു കൽപ്പനയുണ്ട്. ആ തലാഖ് കൊണ്ട് പന്താടുന്ന മനുഷ്യന്മാരുണ്ടല്ലോ, ആ മനുഷ്യന്മാർ പാഠം പഠിക്കണം. സ്വന്തം ഭാര്യ അവളെ എത്ര കണ്ട് സംരക്ഷിക്കാൻ പറ്റുന്ന അത്ര കണ്ട് അവളെ പവിഴം പോലെ സ്വർണം പോലെ സംരക്ഷിക്കേണ്ടതാണ്. അവളെ നീ കെട്ടിയ പെണ്ണാണ്, നിന്റെ മക്കളുടെ ഉമ്മയാണ്. അവളെ കൊണ്ട് വല്ല തെറ്റും വന്നു പോയാൽ നിന്റെ ഇശ്റത്തിനെ നീ മറന്ന്, അവളുമായുള്ളതായ എല്ലാ ബന്ധവും മറന്ന്, ആ ചെറിയ തെറ്റിനെ മലപോലെയായി കണ്ടിട്ട് അവളോട് നീ തലാഖ് പറഞ്ഞതിനും ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്കും തലാഖ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്നത് മഹാ അപകടമായതുകൊണ്ട് തന്നെ മറ്റൊരു അന്യപുരുഷൻ അവളെ കല്യാണം കഴിച്ചിട്ട് ആസ്വദിച്ചിട്ട് ഇഷ്ടാനുസരണം, നിബന്ധനയോടുകൂടിയല്ല, ഇഷ്ടാനുസരണം ആ പെണ്ണിന് ആ വ്യക്തി തലാഖ് ചെല്ലിയാൽ മാത്രമേ നിനക്ക് നീ കെട്ടിയ ആ പെണ്ണിലേക്ക് തലാഖ് കൊണ്ട് കളിച്ചത് കാരണത്താൽ അവളിലേക്ക് മടങ്ങാൻ പറ്റുകയുള്ളൂ എന്ന അള്ളാഹുവിൻ്റെ കൽപ്പനയെ ധിക്കരിച്ച് അതിനെ കളിയാക്കി മാറ്റി എന്ത് ചെയ്തു? ഒരു പ്രത്യേക വകുപ്പ് നമ്മുടെ നാട്ടിലൊക്കെ അറിയും. ആടായി മാറാം. എന്തിനാണ്? ആർക്ക് വേണ്ടിയും ഉപയോഗപ്പെടുത്താം എന്ന് പറഞ്ഞുകൊണ്ട്. എന്നിട്ട് കൂലിക്ക് മൂപ്പര് തൽക്കാലം നിക്കാഹ് ചെയ്തിട്ട് മൂപ്പര് തടി കഴിച്ചലാക്കാം, തലാഖ് ചെല്ലുകയും ചെയ്യാം. ഇങ്ങനെ മദ്യത്തിൽ അതിനു വേണ്ടി നിൽക്കുന്ന വ്യക്തിയെ എന്താ പറഞ്ഞത് റസൂലുള്ളാഹി? ശാപം 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 അവർക്കുണ്ടാവട്ടെ. മനസ്സിലായില്ലേ? അപ്പോൾ അതെന്തായി? സന്തോഷമായി. സന്തോഷമായി. അതുപോലെ തന്നെ നരകം കൊണ്ട് വാണിംഗ് നൽകപ്പെടുക എന്നതിന് ഉദാഹരണം, ഇതൊക്കെ ഉദാഹരണം മാത്രമാണ്. 76 സന്തോഷങ്ങളെ വെറും ദഹബി ഇമാമ് അദ്ദേഹത്തിന് അൽ കബായിറിൽ എണ്ണിയിട്ടുണ്ട്. നിങ്ങൾക്ക് വെറും സാമ്പിൾ മാത്രം തരുന്നു നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാൻ വേണ്ടി. റസൂൽ പറയുന്നു, അയ്യുമാ ലഹ്മിൻ, വേറെ ശൈലിയിലാണ് റസൂൽ പറഞ്ഞത്, സഹീഹ് ഹദീസിൽ കാണാം, അയ്യുമാ ലഹ്മിൻ നബത മിൻ സുഹത്തിൻ ഫന്നാറു ഔലാ ബിഹി. ആരുടെയെങ്കിലും മാംസം വളർന്നത് ഹറാമിലൂടെയാണെങ്കിൽ ആ മാംസത്തിൻ്റെ ഉടമ നരകത്തിൽ പോകൽ നിർബന്ധമാണ്. അപ്പോൾ മാംസത്തെ വളർത്തുന്നത് ഹറാമിലൂടെയാവുക എന്നതെന്താണ്? സന്തോഷമാണ്. അതുപോലെ തന്നെ ചെറിയ കാര്യമായിട്ടാണ് നിങ്ങൾ ഗണിക്കുക.
യഥാർത്ഥത്തിൽ ചെറിയ കാര്യമല്ല. എപ്പോൾ പറഞ്ഞു? ഒരു ഖബറിന്റെ മീതെ പച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാട്ടിയതിൻ്റെ ശേഷം പറഞ്ഞു, എന്താണ്? അവരെ ശിക്ഷിക്കപ്പെടുന്നുണ്ട് ഖബറിൽ. ഒരാള് ശരിക്കും മൂത്രത്തിൽ നിന്നിട്ട് ശുദ്ധിയാക്കാത്ത ആളാണ്. രണ്ടാമത്തെ ആള് ഏഷണി പറഞ്ഞ് നടന്ന ആളാണ്. ഇങ്ങനെ നിങ്ങളുടെ ദൃഷ്ടിയിൽ വലിയ പ്രവർത്തനമല്ലെങ്കിലും അത് മഹാപാപമായിട്ടാണ് അള്ളാഹ് ഗണിക്കുക. എന്തേ? അവൻ അള്ളാഹുവിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ ശുദ്ധിയായി ചെല്ലണമെന്ന രോഗികൾക്കല്ല കേട്ടാ. ചിലപ്പോൾ മൂത്രവാർച്ചക്കാരുണ്ടായിരിക്കും, ചോരവാർച്ചക്കാരി ഉണ്ടായിരിക്കും, മൂത്രവാർച്ചക്കാരിയും ഉണ്ടായിരിക്കും. അപ്രകാരം തന്നെ പുരുഷന്മാരിൽ കീഴുവായി പോയിക്കൊണ്ടേയിരിക്കുന്ന മനുഷ്യന്മാരുണ്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് പ്രത്യേക വിധിയുണ്ട് ഇസ്ലാമിൽ. അതല്ല ഈ പറയുന്നത്. ഫിറ്റ് പാൻറ് അങ്ങോട്ട് ധരിച്ചിട്ട് മൂപ്പര് ആ മൂത്രം പാതി പാൻറിൽ പാതി പുറത്ത് അങ്ങനെയാക്കി മാറ്റുന്നതായ സമ്പ്രദായം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി വസ്ത്രധാരണയിൽ ഇസ്ലാം പഠിപ്പിച്ച രൂപത്തിൽ ലൂസായ രൂപത്തിലുള്ളതായ പാൻറ് ആയിരിക്കണം. അഥവാ പാൻറ് ധരിക്കുകയാണെങ്കിൽ ധരിക്കേണ്ടത് തന്നെ എന്ന് ഞാൻ പറയാറുണ്ട്. നിര്യാണിക്ക് താഴ്ന്നു പോകരുത്, സന്തോഷമാകും. അപ്രകാരം തന്നെ എന്ത് ചെയ്യരുത്? ഫിറ്റാവുന്ന രൂപത്തിൽ ധരിച്ചു കഴിഞ്ഞാൽ നിനക്ക് ചിലപ്പോൾ മൂത്രം ഒഴിക്കേണ്ടി വരുമ്പോൾ തണുപ്പ് കാലത്തിലാണെങ്കിലൊക്കെ പെട്ടെന്ന് ശരിക്ക് പുറത്ത് ശുദ്ധിയാവുന്ന രൂപത്തിൽ മൂത്രം ഒഴിക്കാൻ സാധിക്കുന്നതല്ല. അത് പച്ച മലയാളത്തിൽ തന്നെ ഞാൻ പറയുന്നത് അത് നമ്മുടെ എല്ലാ ഭാഷക്കാരും അഥവാ കേരളത്തിൻ്റെ എല്ലാ ഭാഗം ഉടുപ്പി മുതൽ കന്യാകുമാരി വരെയുള്ളവർ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. സഹോദര സഹോദരിമാരെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് സാമ്പിളായിട്ട് ഞാൻ വെച്ചതായ വൻദോഷങ്ങളാണ്. ഇനിയും ധാരാളം അത്തരം കാര്യങ്ങളുണ്ട്. അത് ഞാൻ ഒരു വിഷയം ഇതിനു മുമ്പ് വിഷയമാക്കി എടുത്ത് പറഞ്ഞിരുന്നു. അത് ഇനിയും ആ വിഷയത്തിലേക്ക് മടങ്ങും. അതെന്താണ്? ഒരാൾ കാണാത്ത കിനാവ് കണ്ടിട്ടില്ല, വെറുതെ പൊട്ടാസ് വിടാം. ഇവർ പറയാം ഞാൻ കിനാവ് കണ്ടു എന്ന്. എന്ത് കണ്ടു? വലിയ കാര്യമായിട്ട് പറയാൻ മുപ്പരെ. അങ്ങനെ കിനാവ് കാണാത്തനെ കണ്ടു എന്ന് പറഞ്ഞാൽ രണ്ട് ഗോതമ്പിനെ പിടിച്ച് കെട്ടാൻ പരലോകത്തിൽ അവനെ ശിക്ഷിക്കാൻ വേണ്ടി അള്ളാഹ് ഉപയോഗിക്കുന്ന ശൈലിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. മഹാ അപകടം. സാധിക്കൂല. വൻദോഷങ്ങളിൽ പെട്ടതാണ് ഒരാൾ കാണാത്തതിനെ കണ്ടു എന്ന് കിനാവ്. എന്തേ? കിനാവ് നല്ലതാണെങ്കിൽ ആരെ ഭാഗത്തുനിന്നാണ്? അള്ളാന്റെ ഭാഗത്തു നിന്നുള്ള ഒരു കാര്യം അള്ളാഹ് അവന് കാണിച്ചു കൊടുത്തു എന്ന് പറയൽ അള്ളാന്റെ പേരിൽ കളവ് പറയല്ലേ? അതാണ് മഹാപാപമാവാൻ കാരണം. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ അൽ മുതശബ്ബിഉ ബിമാ ലം യുഅത കലാബിസി തൗബൈ സൂർ റവാഹു മുസ്ലിം. ഒരു മനുഷ്യൻ ചെയ്യാത്തതിനെ പേറി പറഞ്ഞു നടക്കൽ, ജനങ്ങൾക്കൽ പ്രശസ്തിയും പേരും ലഭിക്കാൻ വേണ്ടി തന്നെ ഞാൻ ആ കേസറ്റ് അവിടെ എത്തിച്ചു, ഞാനത് പ്രസംഗിച്ചു, ഞാനത് കാട്ടി, ഞാനത് ചെയ്തു. അവനേ അല്ലത് കാട്ടിയത്, അവനൊരു പങ്കുമില്ല. മറ്റാരോ കാട്ടിയതാണ്, മറ്റാരോ ചെയ്തതാണ്. മൂപ്പര് അയാളിലൂടെ മുതലെടുക്കാം. മനസ്സിലാകുന്നുണ്ടല്ലോ? അങ്ങനെ മുതലെടുക്കുന്നവൻ വന്തോഷി. ഇനിയും ധാരാളമുണ്ട് അത്തരം കാര്യങ്ങൾ. നമ്മളുടെ ടൈം വളരെ അതിക്രമിച്ചിരിക്കുകയാണ്. ഇതുവരെ പറഞ്ഞതിനെ സൽക്രമമായി അള്ളാഹു സ്വീകരിക്കട്ടെ. ഇതുവരെ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട ഭാഗമാണെങ്കിൽ പകർത്താൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സത്യം പോലെ പഠിക്കുവാനും പ്രവർത്തിക്കുവാനും ലോകത്തിൽ ആരെയും ഒരു വ്യക്തിയെയും ശക്തിയെയും ഭയപ്പെടാത്ത രൂപത്തിൽ സത്യം പോലെ പ്രഖ്യാപിക്കുവാനുമുള്ള ധൈര്യം മുസ്ലിം ലോക പണ്ഡിതന്മാർക്കും നമുക്കും അള്ളാഹു നൽകുമാറാകട്ടെ. പ്രത്യേകിച്ച് കേരളീയ പണ്ഡിതന്മാർക്ക് ഇസ്ലാമാകുന്ന വിശുദ്ധ പ്രസ്ഥാനത്തിന് അതിൻ്റെ വിജയ പതാകയെ അതിൻ്റെ തൗഹീദിനെ പൊക്കിപ്പിടിച്ചുകൊണ്ട് ഐക്യത്തോടെ മുന്നോട്ട് കുതിക്കാനുള്ളതായ തൗഫീഖ് കേരളീയർക്കും മംഗലാപുരക്കാർക്കും അതുപോലെ സത്യം ഉൾക്കൊണ്ടുകൊണ്ട് പ്രചരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. നമ്മളിട്ട് മരിച്ചവർക്ക് അള്ളാഹ് പുറത്തു കൊടുക്കട്ടെ. അവരുടെ ഖബർ സ്വർഗ്ഗത്തോപ്പാക്കി മാറ്റട്ടെ. അവരോടൊപ്പം അള്ളാഹു നമ്മെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. അപ്രകാരം തന്നെ നമ്മളിട്ട് രോഗത്തെ അള്ളാഹ് സുഖപ്പെടുത്തി കൊടുക്കട്ടെ. നമുക്ക് ഇങ്ങനെയുള്ള ക്ലാസ്സുകളെ പുരോഗതിയിലേക്ക് തള്ളിക്കൊണ്ടുപോകാനുള്ളതായ എല്ലാ കഴിവ്, എല്ലാ ആവേശം, എല്ലാ ഉന്മേഷം, ഇഖ്ലാസ് അള്ളാഹു നമുക്ക് ഇവർക്കും നൽകുമാറാകട്ടെ. നമ്മിൽ നിന്നിട്ട് യാത്ര ചെയ്യുന്നവരുടെ കൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൂട്ടുകാരനായി മാറട്ടെ. യാത്ര അവസാനിക്കുന്നവരെ യാത്രക്കാർക്കെല്ലാം
അവർക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല കൂട്ടുകാരായി മാറുകയും യാത്ര പോയവർക്ക് സുഖത്തോടു കൂടി മടങ്ങി വരാൻ അല്ലാഹു തൗഫീഖ് നൽകുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.